സാർവദേശീയ സാഹിത്യോത്സവം 2024 മലയാളത്തിലെ പ്രധാനപ്പെട്ട കവികൾ അവരുടെ സ്വന്തം കവിതകൾ അവതരിപ്പിക്കുന്ന കവിതാ വായനയ്ക്കാണ് വേദി 3 പൊരുൾ ഒരുങ്ങുന്നത്. കവിയും ചലച്ചിത്ര ഗാനരചയിതാവും പരിഭാഷകനുമായ കെ ജയകുമാറാണ് കവിതാ വായനയിൽ അധ്യക്ഷത വഹിക്കുന്നത്. 7 കവിതാ സമാഹാരങ്ങൾ ഉൾപ്പെടെ 30ഓളം കൃതികൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. സംസ്ഥാന ചീഫ് സെക്രട്ടറി, തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല വൈസ് ചാൻസലർ എന്നീ പദവികൾ അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അധ്യക്ഷ പ്രഭാഷണത്തിനായി ശ്രീ ജയകുമാർ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഇവിടെ സന്നിഹിതരായിട്ടുള്ള ശ്രീ കെ വി രാമകൃഷ്ണൻ ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട കവികൾ, എൻ്റെ മുമ്പിലുള്ള സഹൃദയരെ, സുഹൃത്തുക്കളെ, ആദ്യമായി കേരള സാഹിത്യ അക്കാദമിയെ ഈ തരത്തിലുള്ളൊരു സാർവദേശീയ സാഹിത്യോത്സവം വളരെ പ്രൊഫഷണലായി സംഘടിപ്പിച്ചതിന് അവരെ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുന്നു. പ്രത്യേകിച്ച് ശ്രീ സച്ചിദാനന്ദനെയും അതിൻ്റെ സെക്രട്ടറി ശ്രീ അബൂബക്കറേയും എല്ലാ ഭരണസമിതി അംഗങ്ങളെയും ഞാൻ ഈ ധീരതയ്ക്ക് തീർച്ചയായിട്ടും ഹാർദമായി ഞാൻ അഭിനന്ദിക്കുകയാണ്. അധ്യക്ഷ പ്രസംഗത്തിന് വലിയ പ്രസക്തിയില്ല, കവിത വായിക്കലാണ് പ്രധാനം. എങ്കിലും അധ്യക്ഷൻ്റെ ഒരു സ്ഥാന പ്രാധാന്യം കൊണ്ട് 2 വാക്ക് പറഞ്ഞുകൊള്ളട്ടെ. നമ്മൾ ജീവിക്കുന്ന കാലഘട്ടത്തിൽ കവിതയ്ക്ക് പ്രസക്തിയുണ്ടോ എന്നുള്ളതാണ് എല്ലാ കവികളെയും ബാധിക്കുന്ന പ്രശ്നം. ഞാൻ എന്തിനാണ് എഴുതുന്നത്? ഞാൻ എഴുതിയത് കൊണ്ട് ലോകം നന്നാവുമോ? ഞാൻ എഴുതിയത് കൊണ്ട് രാജ്യം നന്നാകുമോ? ഞാൻ എഴുതിയത് കൊണ്ട് നമ്മൾ ഭയക്കുന്ന ആപത്തുകളൊക്കെ ഇല്ലാതാകുമോ? ഈ ചോദ്യങ്ങളെല്ലാം എല്ലാ കവികളെയും ബാധിക്കുന്ന ചോദ്യങ്ങളാണ്. എക്കാലത്തും കവികളെ അത് ബാധിച്ചിട്ടുണ്ട്. അതിന് ഉത്തരം നമുക്കറിയാമോ എന്ന് ചോദിച്ചാൽ അറിഞ്ഞുകൂടാ. പക്ഷേ ഈ കവിത തന്നെയാണ് കവിയുടെ ഉത്തരം. കവിത എപ്പോഴും ഏറ്റവും ആതുരമായ കാര്യങ്ങളെപ്പറ്റി പറയുമ്പോഴും എവിടെയോ പ്രതീക്ഷയുടെ ഒരു വിളുമ്പ്, ഒരു പ്രകാശ വിളുമ്പ് കവിത കാണിച്ചു തരും. ആ ശുഭാപ്തി വിശ്വാസം ജനങ്ങൾക്ക് പകർന്നു കൊടുക്കലാണ്, സമൂഹത്തിന് പകർന്നു കൊടുക്കലാണ് ആത്യന്തികമായി ഏത് മികച്ച കവിതയുടെയും ലക്ഷണം. അത് ഏറ്റവും ഇതിഹാസങ്ങളായാലും ശരി, നമുക്കറിയാവുന്ന ശ്രേഷ്ഠമായ മഹാകാവ്യങ്ങളും നല്ല കവിതകളും ഒക്കെ തന്നെ ഏറ്റവും നമുക്ക് ഭീഷണമായ കാര്യങ്ങളെപ്പറ്റിയാണ് പരാമർശിക്കുന്നതെങ്കിൽ പോലും അവസാനം മനുഷ്യ നന്മയുടെ ഒരു മഴവിൽ കൊടി കാണിച്ചു തന്നിട്ട് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് കവിയുടെ ധർമ്മം. അതുകൊണ്ടാണ് അഗാധമായ മനുഷ്യ സ്നേഹത്തിൽ നിന്ന് കവിത എഴുതുന്ന ഒരു കവിയെ സംബന്ധിച്ചിടത്തോളം ആ പ്രതീക്ഷയുടെ കിരണം കാണിച്ചു തരാതിരിക്കാൻ സാധിക്കുകയില്ല. അല്ലാതെ എല്ലാം ഇവിടെ ഇരുട്ടാണ്, നമ്മളിതാ ഇരുട്ടത്ത് കിടന്ന് ചത്തുപോകും എന്ന് പറയാൻ കവിത എഴുതേണ്ട കാര്യമില്ല. കവിത എഴുതാതെയും അങ്ങനെ ചാവുകയാണെങ്കിൽ ചത്തുപോകും. കവിയാണ് അവിടെ ഒരു കവാടം, ഒരു ചെറിയ ജാലകം തുറന്ന് അല്ല ഇതിനപ്പുറത്തേക്ക് വെളിച്ചമുണ്ട് എന്ന് പറയുന്നത്. ഇവിടുത്തെ എല്ലാ കവികളെയും ഇവിടെ അവതരിപ്പിക്കുന്ന കവിതകളെ മുഴുവൻ ഈ കാഴ്ചപ്പാടിലൂടെ കാണണം എന്ന് ഞാൻ പറയുന്നില്ല. ഒരുപക്ഷെ അങ്ങനെയല്ലാത്ത കവിതകളും ഉണ്ടാകാം. പക്ഷെ ഞാൻ ധരിച്ചു വച്ചിരിക്കുന്ന കവിതയുടെ ധർമ്മം നമ്മളെ പ്രതീക്ഷാ നിർഭരരാക്കുക, എത്രയും പ്രതീക്ഷ കെട്ട കാലത്തും പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് നമുക്ക് ജീവിക്കാൻ പ്രേരണ തരിക എന്നത് തന്നെയാണ് കവിയുടെ ധർമ്മം. ഇത്രയും മാത്രമേ ആമുഖമായി ഞാൻ പറയുന്നുള്ളൂ. എന്നിട്ട് ഞാൻ പുതുതായി എഴുതിയ ഒരു കവിത നിങ്ങളുടെ മുമ്പാകെ അവതരിപ്പിക്കാം. ഇത് ഈണത്തിൽ എഴുതിയതാണ്, എന്ന് വെച്ചാൽ വൃത്തമുണ്ട്. പക്ഷെ ഞാൻ ഈ വൃത്തത്തിൽ ചൊല്ലാൻ നല്ലയാളല്ലാത്തത് കൊണ്ട് ആ വൃത്തത്തെ വികലമാക്കി ഈണത്തിൽ ചൊല്ലാൻ പരാജയപ്പെട്ടൊരു ശ്രമം നടത്താൻ ഞാൻ ആളല്ല. അത് ഈ കവിത ഇഷ്ടപ്പെട്ടെങ്കിൽ ആരെങ്കിലുമൊക്കെ പിന്നീട് അത് ഈണത്തിൽ ചൊല്ലിക്കൊള്ളുക എന്ന് മാത്രമേ പറയേണ്ടതുള്ളൂ. അതുകൊണ്ട് ഇത് വൃത്തത്തിൽ എഴുതിയ കവിതയാണെങ്കിലും ഞാനത് വൃത്തമില്ലാതെ എൻ്റെ അത്ര നല്ലതല്ലാത്ത ഈ ശബ്ദത്തിൽ ഞാൻ ഈ കവിത ഒന്ന് പറയാം. കവിതയുടെ ശബ്ദമല്ലല്ലോ പ്രധാനം, ശബ്ദത്തിനപ്പുറത്തുള്ള ആശയവും വാങ്മയവുമാണല്ലോ പ്രധാനം എന്ന് സദയം ക്ഷമിക്കുക. കവിത നിനക്കെന്തു പറ്റി എന്നാണ് കവിതയുടെ പേര്. നിനക്കെന്തു പറ്റി? വിതിൻ ബ്രാക്കറ്റിൽ ധിഷണാശാലിയും ധീരനും ധിക്കാരിയുമായിരുന്ന ഒരു സ്നേഹിതനോട് ഉള്ള ചോദ്യങ്ങളാണ് എൻ്റെ. പ്രിയമിത്രമേ നിനക്കെന്തു പറ്റി? അതിൻ്റെ ട്യൂൺ വേണമെങ്കിൽ ഞാൻ പറയാം. പ്രിയമിത്രമേ നിനക്കെന്തു പറ്റി, അതാണ് എൻ്റെ ട്യൂണ്. പ്രിയമിത്രമേ നിനക്കെന്തു പറ്റി? നീ എന്ന നീരൊഴുക്ക് എന്ന് പറ്റി? കണ്ടിട്ടു നാളുകളേറെയായി അതിനിടെ നിൻ കണ്ണാളം എപ്പോഴോ കെട്ടുപോയി. വാക്കിൻ്റെ കടലൊച്ച വാർന്നുപോയി, ഫലിതോക്തി മത്ത പണഞ്ഞുപോയി. നിത്യസന്ദേഹിയുടെ ഉടൽഭാഷ എന്നുപോയി. പ്രിയമിത്രമേ നിനക്കെന്തു പറ്റി? നീ എന്ന നീരൊഴുക്ക് എന്ന് പറ്റി.
കലഹം കലാപം തിരസ്കാരം, കലഹം കലാപം തിരസ്കാരം ഈ മന്ത്രം ഉരുവിട്ടു ശീലിച്ചൊരഗ്നിരൂപൻ. നീ ഇന്ന് മൂകവിധേയൻ, മുഷ്കൻ നിരാർദ്രൻ. എങ്കിലും തീകെട്ട പുകയുന്ന ചൂടിന്റെ കറ്റ, എങ്കിലും തീകെട്ട് പുകയുന്ന ചൂട്ടിന്റെ കറ്റ, പണ്ടു നീ ഞങ്ങൾക്ക് ജ്വാല. തീകെട്ട് പുകയുന്ന ചൂട്ടിന്റെ കറ്റ, പണ്ടു നീ ഞങ്ങൾക്ക് ജ്വാല. അന്ന് നിൻ വാക്കിന്റെ ചൂടേറ്റ് സംപൂജ്യ ബിംബങ്ങൾ ഉരുകി ഒലിച്ചുപോയി. നിൻ തീക്ഷ്ണ ചിന്തതൻ ഇടിമിന്നലിൽ എത്ര കോയ്മതൻ സൗധങ്ങൾ വെന്തുപോയി. നിൻ തീക്ഷ്ണ ചിന്തതൻ ഇടിമിന്നലിൽ എത്ര കോയ്മതൻ സൗധങ്ങൾ വെന്തുപോയി. അന്നു നീ നിർഭയ വഴിയിലെ പന്തം, ചുണയുള്ള എതിർവാക്കിന് ഇടിമുഴക്കം. എന്നായിരുന്നു നിൻ മരണം, എന്നായിരുന്നു നിൻ മരണം, എന്നായിരുന്നു ആ ദുരന്തം. ഇന്ന് നിനക്കില്ല ചോദ്യങ്ങൾ ഫലിതങ്ങൾ, യുക്തി കൊണ്ടുള്ള ഗുണനഹരണങ്ങൾ. ഇന്ന് നിനക്കില്ല ചോദ്യങ്ങൾ ഫലിതങ്ങൾ, യുക്തി കൊണ്ടുള്ള ഗുണനഹരണങ്ങൾ. നഷ്ടമായി കടലാഴമുള്ള മനസ്സും അനുതാപവും, പകരം ഇന്നെല്ലാം അറിയുന്ന നാട്യത്തിൽ മുങ്ങിക്കിടപ്പു നീ. വാഗ്ദാന മഴ നനഞ്ഞ് ആമോദിതനായി വാഴുന്ന നീയെന്ന് ചോദ്യജലം പറ്റി അമർന്ന മണൽ നദി. വാഗ്ദാന മഴ നനഞ്ഞ് ആമോദിതനായി വാഴുന്ന നീയെന്ന് ചോദ്യജലം പറ്റി അമർന്ന മണൽ നദി. ഇന്നു നീ നുണകൾ നുണഞ്ഞിരിക്കുന്നതും വിദ്വേഷ മധുര നുകർന്നിരിക്കുന്നതും ഇല്ലാത്ത ശത്രുവെ കാത്തിരിക്കുന്നതും പൊള്ളഹർമ്മ്യങ്ങളിൽ താമസിക്കുന്നതും വ്യാജോക്തി മോദകം ഭക്ഷിച്ചിരിപ്പതും ദുർഗന്ധവാഹിയാം കാറ്റുവീശുമ്പോഴും ഹൃദ്യ സുഗന്ധമെന്നാസ്വദിക്കുന്നതും വാദ്യഘോഷങ്ങളിൽ മുങ്ങി മരിക്കും വിലാപങ്ങൾ കേൾക്കാതെ താളമിടുന്നതും പണ്ടത്തെ വിഗ്രഹഭഞ്ജകനാം നിന്നെ ക്ലാവ് പിടിച്ച വിലക്ഷണ രൂപമായി മാറ്റിയ പരിണാമ വിദ്യ ഭയാനകം മാരകം. പണ്ടത്തെ വിഗ്രഹഭഞ്ജകനാം നിന്നെ ക്ലാവ് പിടിച്ച വിലക്ഷണ രൂപമായി മാറ്റിയ പരിണാമ വിദ്യ ഭയാനകം മാരകം. പ്രിയമിത്രമേ, നിനക്ക് എന്തു പറ്റി എന്ന് ഇനി മുതൽ ചോദിക്കയില്ല ഞാൻ. പ്രിയമിത്രമേ, നിനക്ക് എന്തു പറ്റി എന്ന് ഇനി മുതൽ ചോദിക്കയില്ല ഞാൻ. നിനക്കും അത് പറ്റി, നിനക്കും അത് പറ്റിയെന്ന് അറിവിന്റെ ചൂടേറ്റ് പിടയുകയാണു ഞാൻ. നിനക്കും അത് പറ്റിയെന്ന് തിരിച്ചറിയുന്നു ഞാൻ, അറിവിന്റെ ചൂടേറ്റ് പിടയുകയാണു ഞാൻ. നിന്റെ കലങ്ങിയ പ്രജ്ഞയിൽ ആ തമോരാശിയിൽ നാളെ ഒരു നക്ഷത്ര ജന്മം കിനാവു കാണട്ടെ ഞാൻ. നിന്റെ കലങ്ങിയ പ്രജ്ഞയിൽ ആ തമോരാശിയിൽ നാളെ ഒരു നക്ഷത്ര ജന്മം കിനാവു കാണട്ടെ ഞാൻ. ആ കിനാവില്ലെങ്കിൽ കാലുറപ്പിക്കുവാൻ ഭൂമിയുണ്ടാകുമോ? ആ കിനാവില്ലെങ്കിൽ അന്തരീക്ഷത്തിൽ പ്രാണവായു ഉണ്ടാകുമോ? അന്തരീക്ഷത്തിൽ പ്രാണവായു ഉണ്ടാകുമോ? കാലുറപ്പിക്കുവാൻ ഭൂമിയുണ്ടാകുമോ? നന്ദി, നമസ്കാരം. പ്രിയ കവി ശ്രീ കെ വി രാമകൃഷ്ണൻ മാഷെ സാദരപൂർവ്വം ക്ഷണിക്കുന്നു. കൂട്ടുകാരെ, ഇന്ന് ജാനുവരി 30. ജാനുവരി 30 എന്ന് പറയുന്നത് പലതും ഓർമ്മിപ്പിക്കുന്ന, പലതും വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഉണർത്തുന്ന ദിവസം ആണ്. സംഗതിവശാൽ ഇന്ന് കാലത്ത് ഓർക്കേണ്ടി വന്ന ഒരു വാചകം ഞാൻ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ. ഞാൻ പറയണമെന്ന് വിചാരിച്ചതും പുറപ്പെട്ടതും എൻ്റെ നാവിൻ്റെ തുമ്പത്ത് നിൽക്കുന്നതുമായ വാചകം എല്ലാവരെയും പൊള്ളിക്കുന്നതാണ്. ഞാനത് പറയുന്നില്ല. തിരഞ്ഞു പിടിച്ചു വായിക്കണമെന്ന് മോഹിക്കുന്ന ആൾക്കാർക്ക് ഒരു സൂചന മാത്രം തരാം. ഗാന്ധി 100 Years എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകമുണ്ട്. 1968 ഡോക്ടർ രാധാകൃഷ്ണൻ്റെ എഡിറ്റോറിയൽ ചുമതലയിൽ പ്രസിദ്ധം ചെയ്തിട്ടുള്ള ഒരു പുസ്തകമുണ്ട്. ഗാന്ധി 100 Years എന്നാണ് അതിൻ്റെ പേര്. അതിൽ ഉള്ള ഒരു വാചകം ആണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയണമെന്ന് എൻ്റെ നാവിൻ്റെ തുമ്പിൽ നിന്ന് കളിക്കുന്നത്. പക്ഷെ പറയുന്നില്ല. അത് അത്രയും പൊള്ളിക്കുന്ന വാചകം ആയതുകൊണ്ട് ആ പൊള്ളൽ തൽക്കാലം ഞാൻ എൻ്റെ മനസ്സിൽ മാത്രം കൊണ്ടു നടക്കട്ടെ. ഞാൻ വായിക്കുന്ന കവിത ഗാന്ധി അല്ലയോ മുന്നിൽ എന്ന കവിത. ഒരു 1-2 മാസം മുമ്പ് മാതൃഭൂമിയിൽ പ്രസിദ്ധം ചെയ്തു വന്നിട്ടുള്ളതാണ്. ആരും കവിത വായിക്കാറില്ലാത്തതുകൊണ്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ കരുതുന്നു.
ഒരു ഇൻട്രൊഡക്ടറി വാചകവും കൂടെ വായിച്ചിട്ട് കവിത വായിക്കാം. കൽക്കരിപ്പാടത്തുകൂടി ഒഴുകിയെത്തുന്ന കരിഞ്ചോര, കലാപക്കുരുതിയുടെ ചെഞ്ചോര, രണ്ടൊഴുക്കുകളും സംഗമിക്കുന്ന പുണ്യഭൂമി, ശതകോടികളിൽ ഒരു മഹാക്ഷേത്രം, പ്രതിഷ്ഠ ഗോഡ്സെ, ശാന്തിക്ക് ഗാന്ധിയും. കവിത വായിക്കാം. കരിനീരമാണൊന്ന് കൽക്കരിപ്പാടം കാണും കരയിൽ, തിളരക്കതം മറ്റേ കൈവഴി, ശരശയ്യയിൽ കുതിർന്നാവാമൊഴുകിപ്പോന്നു. രണ്ടും സംഗമിക്കുമീ പരിഭൂതമാം പ്രയാഗയിൽ, 18 ശതകോടികൾ ചെലവാക്കി, 18 ശതകോടികൾ ചെലവാക്കി പുതിയ യുഗത്തിൻ്റെ അമ്പലം പണിതീർത്തു. കടക്കാനൈരാവതമെത്തിയാൽ തൻ മസ്തകം കുനിക്കാതെ അടിവെക്കാൻ തക്ക വാതിലുമായി, അമ്പരനീലം കനകപ്രഭമാക്കും മഹാകുംഭഗോപുരം, തുംഗം കാഞ്ചനധ്വജം, ഈരേഴുലകും അനോപമം തിളക്കും ദീപസ്തംഭം, 10,001 തങ്കത്തൂണുകൾ, 7 നിലയിൽ ചുറ്റമ്പലം, ജ്വലിക്കും ഗോമേദക ചുമരിൽ കൂറ്റൻ വട്ടശ്രീലകം, ക്ഷിതിജങ്ങൾ ഉണർത്തും സ്തുതിഗാനമുയർത്തും മണിവാതിൽ, 1000 ഫണങ്ങളിൽ അഷ്ടഗന്ധമിട്ട് ഊറ്റമേകിയ നവരത്നഖചിതം പത്മാസനം, നെടുകെ തുടുരേഖ പായുന്ന വെണ്ണക്കല്ലിൽ പണിത് പ്രതിഷ്ഠിച്ച വിഗ്രഹം അഭിരാമം, ചക്രമോ കോദണ്ഡമോ കയ്യിൽ, നാം പുരോഗമിച്ചെത്തുന്നു ചരിത്രത്തിൻ കാടത്തങ്ങളിൽ തന്നെ. ചതുർബാഹുവിൽ ചേരും നാലുകാലിത്തം, ചതുർബാഹുവിൽ ചേരും നാലുകാലിത്തം, വരും പുതുകാലത്തിൻ ഈശൻ കാഞ്ചി തോട്ടകൾ മൂന്നും, വരും പുതുകാലത്തിൻ ഈശൻ കാഞ്ചി തോട്ടകൾ മൂന്നും, ഇരുകൈ കാലിൽ തൊട്ടു വണങ്ങും കൗടില്യവും, കാലിൽ തൊട്ടു വണങ്ങും കൗടില്യവും, 7:30 വെളുപ്പിൻ്റെ ശംഖധ്വാനത്തിൽ കുളിച്ച് ഈറനും കെട്ടി കൂപ്പിത്തൊഴുതും വിറകൊണ്ടും നിൽക്കുന്നു സോപാനത്തിൽ. അവലക്ഷണം പോലെ അപ്പോഴും പുറപ്പെടാ ശാന്തി, അവലക്ഷണം പോലെ അപ്പോഴും പുറപ്പെടാ ശാന്തി, പട്ടിണി കോലം. വിശന്നു ചത്താൽ അയൽക്കാരിൽ തൻ പ്രതിച്ഛായയ്ക്ക് ഉടവാമെന്നറിഞ്ഞ്
ഊരാളനരുളിയ തൊഴിൽ തൃപ്പടി തൊട്ട് വണങ്ങി കൊട കയറാൻ കിഴവൻ നിൽപ്പാണ്. കൊട കയറാൻ കിഴവൻ നിൽപ്പാണ്. ഈറൻ മാറാനുമില്ല കീറ. വലിയ ചെവികളും നീണ്ടുയർന്നെഴും മൂക്കും അലിയും മെഴികളും. മഹാകവിജിയുടെ വാക്കുകളാണ് കേട്ടോ അത്. മഹാകവിജിയുടെ ശങ്കരക്കുറുപ്പിൻ്റെ 1.5 വരിയാണത്. ഭാരതേന്ദു എന്ന പ്രസിദ്ധമായ മഹത്തായ രചന ഗാന്ധിജിയെക്കുറിച്ചുള്ളത്. വലിയ ചെവികളും നീണ്ടുയർന്നെഴും മൂക്കും അലിയും മെഴികളും. ഗാന്ധിയല്ലയോ മുന്നിൽ, ഗാന്ധിയല്ലയോ മുന്നിൽ. ജനുവരി 30 നമ്മൾ ഗാന്ധിജിയുടെ കോലം കെട്ടിയുണ്ടാക്കി നെഞ്ചിൽ നിറയൊഴിച്ച് ആഘോഷിക്കുന്ന കാലത്താണ് ജീവിക്കുന്നത് എന്നുകൂടി ഓർക്കുക. ഓർക്കാൻ ധൈര്യമുള്ളവർ, മനസ്സുള്ളവർ, മനസ്സിന് ഉറപ്പുള്ളവർ. നന്ദി. ഡോക്ടർ സി രാവണിയെ കവിതാ വായനയ്ക്കായി സാദരം ക്ഷണിക്കുന്നു. കവിത 50 ആണ്ടിപ്പുറവും അമ്മായി. സ്വപ്നത്തിൽ വന്നിട്ട് ആരോ ചിരിക്കാണ്, ആരോ കരയാണ്, ആരോ കിതയ്ക്കാണ്. മൂക്കുണ്ട് ചീറ്റാണ്, മുണ്ടി തുടയ്ക്കാണ്. 50 ആണ്ടപ്പുറത്ത് അമ്മായി. പൊട്ടിക്കരയുമ്പോ മൂക്കല്ലി ചീറ്റണ്, മൂക്ക് ചീറ്റാലപ്പോ മുണ്ടിലോ തേക്കാണ്. മോറ് കഴുകിയിട്ട് പുഞ്ചിരി കാട്ടണ്. 50 ആണ്ടപ്പുറത്ത് അമ്മായി. തിലാമഴ പെയ്യണ്, ചോരയാണ് പെയ്യണ്. ഇടിവെട്ടുമ്പോലാരോ വാവിട്ടാലാറണ്. മൂക്കുണ്ട് ചീറ്റാണ്, മുണ്ടി തുടയ്ക്കാണ്. 50 ആണ്ടപ്പുറത്ത് അമ്മായി. ഉണ്ണീടടുത്തിരുന്നുണ്ണിയായി കളിക്കാണ്, മുത്തേന്ന് ചൊല്ലാണ്, മുത്തം കൊടുക്കാണ്. മുത്തിയിടടുത്തെത്തി മുത്തിയായി നടിക്കാണ്. മൂക്കണ്ട് ചീറ്റാണ്, മുണ്ടി തുടയ്ക്കാണ്. 50 ആണ്ടപ്പുറത്ത് അമ്മായി. അമ്മീ നിറയ്ക്കാണ്, ഒരലും മേടിക്കാണ്. ചേരിക്കോഴിക്കാണ്, ചാണം മെഴുകാണ്, ചട്ടി കഴുകാണ്. മൂക്കുണ്ട് ചീറ്റാണ്, മുണ്ടി തുടയ്ക്കാണ്. 50 ആണ്ടപ്പുറത്ത് അമ്മായി. പിള്ളാരെ തോർത്തണ്, പാലു കറക്കണ്. തൈരുകടയാണ്, മുറ്റമാടിക്കാണ്. ചീര പറിക്കാണ്, തവിടങ്ങ് ചേറാണ്. കല്ലുകളയാണ്, മൂക്കുണ്ട് ചീറ്റാണ്, മുണ്ടി തുടയ്ക്കാണ്. 50 ആണ്ടപ്പുറത്ത് അമ്മായി. പുളിമാങ്ങ തിന്നാണ്, ഓക്കാലിച്ചോടണ്. വയറീ തലോടാണ്, മൂക്കുണ്ട് ചീറ്റാണ്, മുണ്ടി തുടയ്ക്കാണ്. 50 ആണ്ടപ്പുറത്ത് അമ്മായി. ഉണ്ണി കരയുമ്പോൾ എന്നെ വിളിച്ചുകൊണ്ടൻ കയ്യിൽ തന്നിട്ട് നോക്കണേ കാക്കണേ എന്നു പറഞ്ഞിട്ട്. മൂക്കുണ്ട് ചീറ്റാണ്, മുണ്ടി തുടയ്ക്കാണ്. 50 ആണ്ടപ്പുറത്ത് അമ്മായി. പേറ്ററെ കയറണ്, വാതില
വാതിലടയ്ക്കണ്, അങ്ങോട്ടോടണ് ഇങ്ങോട്ടോടണ്, മുക്കണ് മൂളണ് ഞെളിപിരി കൊള്ളണ്, പേറ്റത്തി എത്തണ് ഇടിവെട്ടി പെയ്യണ്, കുഞ്ഞുണ്ട് പോരണ ചോരേണ്ടൊഴുകണ്, തിലാമഴ പെയ്യണ് ചോരേണ്ടൊഴുകണ്, പിള്ളേനിടുക്കണ് തിലാമഴ പെയ്യണ്, തള്ളേ നടക്കണ്. ഉണ്ണി കരയാണ്, മുത്തി കരയാണ്, വീട്ടാരലറണ്, നാട്ടാർ വിതുമ്മാണ്, കാണാണ്ട് കേക്കാണ്ട് മൂക്കൊന്നു ചീറ്റാണ്ട് മുണ്ടി തുടയ്ക്കാണ്ട്, അമ്പതാണ്ടപ്പുറത്തുനിന്ന് അമ്മായി, അമ്പതാണ്ടിപ്പുറം അമ്മായി. കവിതാവതരണത്തിനായി ശ്രീ MG ഉണ്ണികൃഷ്ണനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കാണാതെ ചെല്ലാൻ എനിക്ക് അറിഞ്ഞൂടാ, അതുകൊണ്ട് നോക്കിയാണ് വായിക്കുന്നത്. എൻ്റെ ഒന്നാം മോഷണം എന്നാണ് കവിത. എൻ്റെ ഒന്നാമത്തെ മോഷണം അമ്മാവൻ്റെ തെറ്റാലി. ഇംഗ്ലീഷ് അക്ഷരം വൈ പോലെ വളഞ്ഞ പേരക്കമ്പ്, വീതിയുള്ള റബ്ബർ വള്ളി, കല്ലുവച്ച് കണ്ണാടി നോക്കി ഉന്നം പിടിച്ച് അമ്മാവൻ മാങ്ങ വീഴ്ത്തി. പുള്ളി ഭയങ്കരൻ, ഗരുഡനെ വരെ അടിച്ചിടും. കൊതിച്ച് കൊതിച്ച് ഞാനത് മോഷ്ടിച്ചു. അന്വേഷണം മുറുകി. നിവൃത്തിയില്ലാതെ കളിക്കൂട്ടുകാരൻ്റെ കുടിലിനടുത്ത് കൊണ്ടിട്ടു. കളിച്ചു നടന്നപ്പോൾ കിട്ടിയതായി നടിച്ച് അമ്മാവിന് തിരികെ കൊടുത്തു. എൻ്റെ കൂട്ടുകാരന് പേര് വീണു. ഞാൻ എവിടൊക്കെയോ പോയി പ്രബന്ധങ്ങളുടെ ചില താളുകൾ, ഒരുവളുടെ പ്രണയചാതുരി എല്ലാം മോഷ്ടിച്ച് തിരിച്ചു വന്നപ്പോൾ അവൻ കള്ളൻ പാക്കരൻ. എന്തൊക്കെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ അവൻ നോക്കി, ഒന്നും മിണ്ടിയില്ല. പെണ്ണടി വസ്ത്രങ്ങൾ വരെ മോഷ്ടിക്കുന്ന പുകൾപെറ്റ കള്ളനായി അവൻ. ഞാൻ പ്രൊഫസറായി, അടുത്തും പറ്റി. കാലക്രമേണ അവൻ മരിച്ചുപോയി. ഇപ്പോൾ ലോകം ഒരു കണ്ണാടി ജനലല്ല. ഒരു കൈ മോഷ്ടിക്കുന്നു. ഇല, തളിര്, പൂവ്, കായ്, അടിവേര്, വിത്ത്, കുന്ന്, താഴ്വര, പാടം, പുഴ, ഇന്നതെന്നില്ല. മറുകൈ ഒരു ജനാധിപത്യ രീതിയിൽ അത് ക്രമപ്പെടുത്തുന്നു, പരസ്പരം ബോധ്യപ്പെടുന്നു. കുഴപ്പമുണ്ട് ലോകത്തിന് എന്നും പറഞ്ഞുകൂടാ. കാര്യങ്ങൾ അത്ര സുതാര്യം. എന്നാൽ എനിക്കുണ്ട് ഇത്തിരി കുഴപ്പം. ഉണ്ണുമ്പോൾ, ഉറങ്ങുമ്പോൾ, ഇണചേരുമ്പോൾ, ഉച്ചമയക്കത്തിൽ, സുഷുപ്തിയിൽ, ജാഗ്രത്തിൽ, ഏതു ദിക്കിലും അവൻ്റെ കണ്ണുകൾ. ആരോ കുത്തിപ്പൊട്ടിച്ച പോലെ പൊള്ള കൃഷ്ണമണികൾ, കൺവെള്ളയിൽ ചുവപ്പ് പടർപ്പുകൾ. എൻ്റെ 360 ഡിഗ്രി സ്പടികക്കാഴ്ച ചൂടുപിടിക്കുന്നു. കെട്ടിടങ്ങൾ, വർണ്ണശബള മാളുകൾ, ഗോപുരങ്ങൾ, വൃത്താന്ത പാതകൾ, പറക്കും പുഷ്പകങ്ങൾ എല്ലാം മുങ്ങി മറിഞ്ഞു മറിഞ്ഞു വരുന്നു ചൂടിൻ്റെ നുറുങ്ങു ചില്ലുകളുടെ വൻ തിര. നന്ദി. സ്വന്തം കവിതയുമായി സദസ്സിനോട് സംവദിക്കാനെത്തുന്നു ശ്രീ സുകുമാരൻ ചാലിഗദ്ദ. കവിതയുടെ പേര് പെൺപന്നിയുടെ പാട്ട്. ചിത്രപ്പലകയിൽ അന്തിമയങ്ങിയ കൂറമാനിന്റെ കുഞ്ഞേ,
തെളിമഞ്ഞ പൂവുകൾ ഇണചേർന്ന മേലുമായി ഈ നല്ല പുഴയില് നീന്തലായോ. നീളത്തിൽ കൊമ്പുള്ള ആനക്കാട്ടിലെ കാട്ടോല മുത്തിയ മൂത്തമാങ്ങിയേ ഉപ്പിട്ടു തിന്നുന്ന ഭൂദാനം കുന്നിലെ മലയണ്ണാൻ കണ്ണിലും മാനനക്കി. മലയണ്ണാൻ കണ്ണിലും മാനനക്കി. തിരിവെച്ച പന്തത്തിൽ ചെവി വെച്ചു കോർക്കുന്ന കാട്ടാടിൻ കൊമ്പിന് നീളമായോ. ഇല തെറ്റി വീഴുമ്പോൾ നിലം നീ മെഴുകാമോ. നാളെ പെറും പെറും പെൺകാട്ടു പന്നി. വെടിവെച്ചു. പ്രസവിക്കാനായി ഒരുങ്ങിക്കിടന്ന പന്നിക്ക് വെടിയേറ്റു. ചാവുന്നതിന് മുൻപേ പ്രസവിച്ചു തീർക്കാൻ ആ പന്നി ഞെട്ടിത്തരിച്ചോടുവാൻ തുടങ്ങി. ആ ഓട്ടത്തിനിടയിൽ പ്രസവിക്കുവാൻ തുടങ്ങി. കല്ലിലും മുള്ളിലും തടിയിലും വീഴാതെ, കൊമ്പിലും കുറുമ്പിലും വീഴാതെ, ഉറുമ്പിനും ചിതലിനും കഴുകനും കൊടുക്കാതെ, ഭേദിനിക്കാതെ, മുറിയാതെ, ചതയാതെ, പൂഴി മണലിലൂടെ പെറ്റുകൊണ്ടോടുന്ന കാട്ടുപന്നി. മണലിലേക്ക് പെറ്റുവീഴുന്ന ഓരോ പന്നിക്കുഞ്ഞുങ്ങളെയും മണലുകൾ നക്കി നക്കി തുടച്ച് ജീവൻ വെപ്പിച്ച് നിവർത്തിയ നേരം കുഞ്ഞിന് പിറകെ ഒരമ്പോടി. പെറ്റ പന്നിയുടെ മുൻപിലൂടെ ആരോ ആരോ കെട്ടിയിട്ട കെണിയോടി. കുഞ്ഞുങ്ങളോടി പുതിയ കാട്ടിലൊളിച്ചു. അമ്മയോടി പുതിയ കെണിയിൽ പിടച്ചു. അനങ്ങുന്ന കണ്ണുകളിലെ കൂരിരുട്ടിൽ കെണിയിൽ തൂങ്ങിയാടിക്കൊണ്ട് മക്കളെ നക്കിയൊരുക്കാൻ കഴിയാതെ അവസാനത്തെ വിറയലിൽ ആ പെൺപന്നി പാടുകയാണ് പന്നിപ്പാട്ട്. കൊണ്ടു തിണ്ടറല്ല സാക്കിക്കോ ബതുക്കിക്കോ ഈശ്വര പണ ആറാറമ്പുകളേറ്റാലും ചാവരുതേ. ആറാറാള് തൊഴിച്ചാലും വീഴരുതേ. ആടുംകുരങ്ങിന്റെ വാലെ പിടിച്ച ആനക്കയത്തിന്റെ മേലെ കേറാ. നെറ്റിമേൽ മുട്ടിയ മുട്ടൻ കമ്പിയിൽ മൂടാത്ത തേൻ വരിക്ക ചക്കയുടെ ചോര. ചോര കല്ലുകളിൽ ഉരസിയ മൺതരികളിൽ ഓടിത്തെളിഞ്ഞ കുട്ടികളുടെ മുഖങ്ങൾ. പന്നിയുടെ പാട്ടുകൾ കേട്ടിട്ട് അടുത്തുള്ള ആദിവാസി വീട്ടിലെ ചെലുവച്ചൻ മെല്ലെ മെല്ലെ ചെന്ന് നോക്കിയപ്പോ പാട്ടുപാടിയ പന്നി കെണിയിൽ പിടയ്ക്കുന്നു. വേഗം ചെന്ന് ചെലുവച്ചൻ കെണി അഴിക്കുമ്പോഴേക്കും പന്നിയുടെ നെറ്റിയിലേക്ക് ആരോ വീണ്ടും വെടിവെച്ചു. ചെലുവച്ചനും ചത്തു, പന്നിയും ചത്തു. പന്നി കുഞ്ഞുങ്ങൾ ഒച്ചയില്ലാതെ കരഞ്ഞു. പെൺപന്നിയുടെ മരണപ്പാട്ട് പെറ്റി
പെറ്റിട്ട കുഞ്ഞുങ്ങളെ തേടി ഓടാൻ തുടങ്ങി. പെൺപന്നിയുടെ മരണപ്പാട്ട് പെറ്റിട്ട കുഞ്ഞുങ്ങളെ തേടി ഓടാൻ തുടങ്ങി. താങ്ക് യു. ഏറെ ബഹുമാനത്തോടെ ശ്രീ കെ രാജഗോപാലിനെ കവിതാ വായനയ്ക്കായി ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള ഏവർക്കും എൻ്റെ സ്നേഹനമസ്കാരങ്ങൾ. കവിതയുടെ പേര് തത്സമയം. നിങ്ങൾ അല്പം ശബ്ദമൊന്ന് താഴ്ത്താമോ? അപ്പോഴേ ഞങ്ങൾക്ക് വ്യക്തമായി കേൾക്കും. നിങ്ങൾ അല്പം ശബ്ദമൊന്ന് താഴ്ത്താമോ? അപ്പോഴേ ഞങ്ങൾക്ക് വ്യക്തമായി കേൾക്കും. മണ്ണിലുറങ്ങുന്ന വിത്തിന്റെ കൂർക്ക, തണ്ണിമത്തന് നീരോടും മുഴക്ക, ചോളം പുറമ്പോള ചീന്തും ഞരക്ക, നീലക്കരിമ്പിന്റെ വില്ലുമൂളക്ക. നേരം പുലർന്നാൽ ഇവരുണ്ട് മുറ്റത്ത്, ഒരു തൊണ്ട് ചാരക്കനൽ കൊണ്ടുപോകാൻ. അതുകൊണ്ട് എരിയും അയലടുപ്പെല്ലാം, അത് കാഞ്ഞു വേഗം വെയിൽ ചാഞ്ഞു പോകും. പൊത്താൻ ഒരു കൊള്ളി, ഒരു പൂള് തേങ്ങ, ഒരു തിരി മുളക്, ഒരു കല്ലുപ്പ്, ഒരു പിടി താള്, ഒരു മണി മല്ലി, അതരച്ച് പ്രാതൽ, അതരച്ച് പ്രാതൽക്ക് ഒരു കവിൾ കഞ്ഞി, അത് മോന്തുവാൻ വക്കുതേമ്പിയ നീലക്കരയിട്ട കവടിപ്പിഞ്ഞാണം ഒന്ന്, അതുകൊണ്ട് മൂടി അരി പഞ്ചസാര, അതുകൊണ്ട് മൂടി അരി പഞ്ചസാരയ്ക്കൊരു ഒരു നീലക്കാർഡ്, അടയാളം ആധാർ. ഇനി വേണം അല്പം ഇടവേള. ശേഷം തുടരുമ്പോൾ എല്ലാം വ്യക്തമായി കാണാം. ഉരുളക്കിഴങ്ങിന്റെ കൂനയ്ക്കു പിന്നിൽ നഗരങ്ങൾ ഉഴുതുമറിക്കും കലപ്പ, അതുമേറ്റി വീണ്ടും നിങ്ങൾ വരുന്നു, പെരുമാറി പര്യമ്പുറത്ത് നിൽക്കുന്നു. തൊടിയിലെ ചൂട്ടും മടലും പെറുക്കി മടിയിൽ അടയ്ക്കാ കിഴി പോലെ ഞാത്തി, ഒരു വെയിൽ ഉണക്കിന് വാലമീ നെല്ല്, ഒരു തിളയ്ക്കധികം ഈ ചോറിന് വേവ്. തീ താണു നിൽക്കട്ടെ കാടിക്ക്, അടുപ്പിൽ കുമിള വിരിയാനുണ്ട് തവിടിന്റെ കുന്നിൽ. ഒരു കൊത്തിളക്കം കുറവുണ്ട് മണ്ണിന്, ഒരു വളം ചെല്ലുവാനുണ്ട് വാഴയ്ക്ക്. തടം ഇത്ര വേണ്ട വഴുതനയ്ക്ക്, എന്നാൽ ചെറുകിഴങ്ങിന് ഏറ്റമിങ്ങനെ പോരാ. പലതാണ് പാകം ഞങ്ങൾക്ക്, കണ്ടാൽ പറയാതിരിക്കാനും ആവില്ലവർക്ക്. പറയുമ്പോൾ ആകെ പരിഹാസം ഉയരാം, അത് കേട്ടു നിന്നാൽ നിറയില്ല അവർക്ക്. പൊരിയുന്ന നെറുകിൽ ഒരു പൊത്തെണ്ണ, എരിമോണ കോട്ടാൻ ഒരു പോലഞ്ഞെട്ട്, ഒരു നുള്ളു പൊടി വലിച്ചൊരുപാട് തുമ്മാൻ, ഒരു കുറ്റി ബീഡിപ്പുക ചുറ്റി വീഴാൻ. കുത്തിയിരിപ്പാണ് നിങ്ങൾക്കു ശീലം, കത്തിപ്പടരുന്നു ചുറ്റിലും കാലം. ഒട്ടും അകലത്തിലല്ലാതെ കാണാമിപ്പോൾ കടുകിന്റെ കൊട്ടിക്കലാശം.
ഭിത്തിയിൽ മണ്ണ് ഒപ്പിവെച്ച വിത്തിൽ നാമ്പെത്തിച്ച് നെഞ്ചോട് ചേർത്ത് നിരത്തിൽ ചർച്ചയ്ക്ക് ചാനൽ ചതുരത്തിൽ ഇപ്പോൾ പത്രത്തിൽ ഐഫോണിൽ ഒക്കെയും കാണാം. ഞങ്ങൾ പരസ്യപ്പെടുത്തുന്ന ലോകത്ത് ഇന്നോളം ഉണ്ടായിരുന്നുവോ നിങ്ങൾ? വീണ്ടും കുറെ കൂടി ലൈനിൽ തുടരൂ, നിങ്ങളിലേക്ക് ഞങ്ങൾ തിരിച്ചെത്താം. വീണ്ടും കുറെ കൂടി ലൈനിൽ തുടരൂ, നിങ്ങളിലേക്ക് ഞങ്ങൾ തിരിച്ചെത്താം. നന്ദി, നമസ്കാരം. കവിതാ വായനയിൽ അടുത്തതായി ശ്രീ P.A. നാസിമുദ്ദീൻ. രാമക്ഷേത്ര പ്രതിഷ്ഠയുടെ പശ്ചാത്തലത്തിൽ എഴുതിയ ഒരു കവിതയാണ്. വാസ്തവത്തിൽ നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പ് തന്നെ വളരെ ഗുരുതരമായ ഒരു സാമൂഹിക സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ സന്ദർഭത്തിൽ നമുക്ക് പിക്നിക്കുകളുടെ പടവിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭാര്യയൊക്കെ ആയിട്ട് ഇങ്ങനെ സന്തോഷത്തിൻ്റെ യാത്രയൊന്നും എനിക്ക് സാധ്യവുമില്ല. അപ്പോൾ വാസ്തവത്തിൽ നമ്മളെപ്പോലെ ഈ കവിത എന്ന് പറയുന്ന ധ്യാനാത്മകമായ രൂപം, ചെറിയൊരു രൂപം, അതിന് ഈ കാലത്ത് അതിന് എത്രമാത്രം ഈ ഫാസ്റ്റ് നമുക്ക് പ്രതിരോധിക്കാൻ പറ്റും എന്നുള്ള ഒരു വലിയ വിഷയമുണ്ട്. കാരണം അത് സിനിമ പോലെയോ ഇതുപോലെയൊക്കെയുള്ള ജനങ്ങളെ പെട്ടെന്ന് പിടിച്ചെടുക്കാവുന്ന ഒരു മാധ്യമമാണ്. പക്ഷേ ഈ കലനെ തന്നെ ഫാസിസ്റ്റുകൾ ഭയങ്കരമായിട്ട് ഉപയോഗിക്കുന്നത് നമ്മുടെ മാധ്യമങ്ങളെ തന്നെ ഈ മനുഷ്യത്വത്തിനും ആസന്നമായ കാര്യങ്ങളിൽ നമ്മൾ മടിക്കുമ്പോൾ, പല കവികളും മടിക്കുമ്പോൾ, അല്ലെങ്കിൽ നമുക്ക് തന്നെ അതിന് കൃത്യമായ ഭാഷ ലഭിക്കാതിരിക്കുന്നൊരവസരത്തിൽ ഫാസിസ്റ്റുകൾ വളരെ സമർത്ഥമായിട്ട് കലയെയും സാഹിത്യത്തെയൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിനേറ്റവും ഉദാഹരണമാണ് കാശ്മീർ ഫയൽസ് എന്ന് പറഞ്ഞ സിനിമ, കേരളത്തെ അപമാനിച്ചുകൊണ്ടിറങ്ങിയ കേരള ജിഹാദ് എന്ന് പറഞ്ഞ ചിത്രങ്ങൾ. അപ്പോൾ കഴിയും വിധം ഒരു കവിയെ ഞാൻ നിർവചിക്കുന്നത് അല്ലെങ്കിൽ നിർണയിക്കുന്നത് ആ കവിയായിരിക്കുന്നത് തൻ്റെ ജനതയോടുള്ള സ്നേഹം കൊണ്ടാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളോടുള്ള സ്നേഹമല്ല, ജനതയോടുള്ള സ്നേഹം. അപ്പോൾ എത്ര തരത്തിൽ നമ്മുടെ ക്രാഫ്റ്റോ ദുർബലമായാലോ ഈ ഒരവസ്ഥയെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതുണ്ട്. അത്രം അഭിമുഖീകരിച്ച് ചിലപ്പോൾ പരാജയപ്പെട്ട, അല്ലെങ്കിൽ വിജയിക്കണം എന്ന് പോലുമില്ല, പരാജയപ്പെട്ടേക്കാവുന്ന ഒരു കവിതയാണ് ഞാനിവിടെ ചൊല്ലുന്നത്. ഈ ക്ഷേത്ര പ്രതിഷ്ഠത്തിൻ്റെ ഏകാധിപതിയുടെ ഡയറി. പനിനീർ പൂക്കളുടെ വാസന പരക്കുന്ന മഹാസഭയിൽ ചെങ്കോലേന്തി സിംഹാസനത്തിലിരിക്കുമ്പോൾ ഏകാധിപതിയുടെ മൂക്കിൻ തുമ്പത്ത് ചീത്ത മണം. മറക്കാൻ ശ്രമിക്കും തോറും അത് കൂടിക്കൂടി വന്നു. ദിവസങ്ങൾ കഴിയും തോറും ദുസ്സഹമായി വന്നു. അർദ്ധരാത്രി ജ്യോതിഷിയെ പോയി കാണാം, ഏകാധിപതി ആശ്വസിച്ചു. ജ്യോത്സ്യന്റെ അരികിൽ വരച്ചിട്ട കളങ്ങൾക്കരികിൽ ഏകാധിപതി ചമ്രം പടിഞ്ഞിരുന്നു. ജ്യോതിഷി ഗണിച്ച ശേഷം താഴ്ന്ന സ്വരത്തിൽ പറഞ്ഞു, പ്രഭോ, നമ്മുടെ മഹാരാജ്യത്ത് വർഗീയ കലാപങ്ങളിൽ അരിഞ്ഞുതള്ളിയ, തീവച്ച, ബലാത്സംഗം ചെയ്ത ശരീരങ്ങൾ മറവു ചെയ്ത ഇടങ്ങളിൽ നിന്ന് അവരുടെ കൊടുന്നോവുകൾ പ്രവഹിപ്പിക്കുന്നു. പ്രതിവിധിയില്ലേ? ഏകാധിപതി ഉത്കണ്ഠയോടെ ചോദിച്ചു. അർദ്ധരാത്രിയിൽ വിജന മരുഭൂമിയിൽ തലപ്പാവ് വിരിച്ച് ചെകിടോർത്ത് കിടക്കുക. ഭൂമിയുടെ അച്യുതന്റെ നിശ്ചലമാവുന്ന നിമിഷം പ്രതിവിധി സ്വയം അറിയാം. 2. ഏകാധിപതി വിജന മരുഭൂമിയിൽ നിർനിമേഷനായി കിടന്നു. നിലാവിൽ മരുഭൂമി മയങ്ങിയപ്പോൾ, ഭീതിയുടെ നിശബ്ദതയിൽ രാത്രി അതിൻ്റെ മുടിക്കെട്ടഴിച്ച് ചിക്കിപ്പരത്തിയപ്പോൾ ഭൂമിയുടെ കറക്കം നിന്നു. കാലത്തിൻ്റെ ചലനം കേട്ടു. അതിൻ്റെ ഉള്ളടലുകളിൽ ഈ കുറച്ച് ഹിസ്റ്റോറിക്കലൈസാണ്. ഞാൻ രാഷ്ട്രീയമെന്ന് വീമ്പിളക്കിയവൻ്റെ ശിരസ് ഛേദിക്കുന്നവൻ്റെ, ഞാൻ രാഷ്ട്രമെന്ന് വീമ്പിളക്കിയവൻ്റെ ശിരസ് ഛേദിക്കുന്നവൻ്റെ, വിദ്വേഷത്തിൻ്റെ ചൂണ്ടുവിരലിൽ ലോകത്തെ വിറപ്പിച്ചവൻ മാളത്തിൽ ആത്മൂതി ചെയ്തതിൻ്റെ, പാവങ്ങൾ വിശന്നു കരഞ്ഞപ്പോൾ കിന്നരം നീട്ടിയ കൊട്ടാരങ്ങൾ ചവിട്ടി തുറക്കുന്നതിൻ്റെ പല പല ശബ്ദങ്ങൾ. ആരവിടെ? എന്നിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഈ ശബ്ദങ്ങളെ രാജ്യദ്രോഹത്തിന് അറസ്റ്റ് ചെയ്യുക. ഏകാധിപതി വിജനതയിൽ പുലമ്പിക്കൊണ്ടേയിരുന്നു. ഏകാധിപതി വിജനതയിൽ പുലമ്പിക്കൊണ്ടേയിരുന്നു. അവസാനം ലൂയി 14 ഹിറ്റ്ലർ ചക്രവർത്തി എന്നിവരുടെ 3 സാധനങ്ങളാണ് അവസാനം ആ രാഷ്ട്രീയ ഉപയോഗിച്ചത്. നന്ദി, നമസ്കാരം. കവിതാ വായനയിൽ അടുത്തതായി ശ്രീ MP അനസ്. നമസ്കാരം. പല പേരുകളുള്ള വൃക്ഷം. പുഴയരികിലുള്ള വൃക്ഷത്തിനരികിലേക്ക്
അയാൾ എന്നും പുറപ്പെടും. വൃക്ഷത്തിന്റെ ചില്ലകളിൽ നിറഞ്ഞ പൂക്കൾ ഏതോ ഋതുവിന്റെ സൗരഭ്യം പകർന്ന് അയാൾ വന്നതറിയും. അതിന്റെ തണൽ അയാളുടെ ഓർമ്മകളെ പരിചരിക്കും, വ്യഗ്രതകളെ ചുംബിക്കും, വിഷാദത്തെ സ്പർശിക്കും, പ്രണയത്തെ തലോടും. അയാൾ വൃക്ഷത്തിലേക്ക് ചേർന്ന് ചില്ലകളിൽ തൊടുകയും ഉടലിൽ ഉമ്മ വയ്ക്കുകയും ചെയ്യും. എപ്പോൾ കാണാൻ ചെല്ലുമ്പോഴും അയാൾ അതിനോരോ പേരിട്ടു. ദൈവങ്ങളുടെയും പ്രവാചകന്മാരുടെയും പേരുകൾ, രക്തസാക്ഷികളുടെ പേരുകൾ, വായിച്ച പുസ്തകങ്ങളിലെ കഥാപാത്രങ്ങളുടെ പേരുകൾ. ഒരിക്കൽ ജീവൻ മശായി അയാൾക്ക് എന്തെന്നില്ലാത്ത ആനന്ദം നൽകി. വൃക്ഷത്തിന്റെ ഇലകൾ ഒരിളം കാറ്റിൽ തൊട്ട് മർമ്മരമുണ്ടാക്കി. ഒരു സായാഹ്നത്തിൽ ആലീസ് എന്ന് കേട്ടതും അതിന്റെ മറവിൽ നിന്നും പല വർണ്ണങ്ങളിലുള്ള പൂമ്പാറ്റകൾ പറന്നുയർന്നു. ഒരു പ്രഭാതത്തിൽ ബുദ്ധനെന്ന് വിളിച്ചതും അയാൾക്കും വൃക്ഷത്തിനുമിടയിൽ ഒരു മൗനം പിടഞ്ഞെഴുന്നേറ്റു. ഒരു കന്യകയുടെ പേരിൽ അതിന്റെ വേരുകളിൽ നീല ഞരമ്പുകൾ തെളിഞ്ഞു. ഇലകളിൽ നിലാവ് പ്രതിഫലിച്ചു. ഒരിക്കൽ അതിന്റെ ഉടലിൽ നിന്നും ഒരു മെതിയടിയൊച്ച പുറപ്പെട്ടു പോന്നു. ഒരു മഞ്ഞുകാലത്ത് ഒരു രക്തസാക്ഷിയുടെ പേര് മനസ്സിൽ കരുതി വൃക്ഷത്തിനരികിലെത്തിയപ്പോൾ പഴങ്ങൾ വിരിഞ്ഞു കണ്ടിട്ടില്ലാത്ത ആ വൃക്ഷം നിറയെ അയാൾ പഴങ്ങൾ കണ്ടു. അയാൾ കരുതി വെച്ച പേര് വിളിച്ചു തുടങ്ങിയതും ആ പേരിൽ വീണ്ടും മരണം കൊത്തി. പഴങ്ങൾ കൊത്തിയെടുക്കാൻ പലയിടങ്ങളിൽ നിന്നും എത്തിയ പക്ഷികൾ മരണത്തെ കണ്ടു. മരണമെടുത്ത പേരിന് പിന്നാലെ അവ വട്ടമിട്ടു പറന്നു. പാകമായ പേരു നിൽക്കും. മരണം കൈവച്ചു. പക്ഷികൾ മടങ്ങി. പഴങ്ങൾ വീണു മുളച്ചു. വൃക്ഷം അതിന്റെ തണലിനടിയിൽ ആ പേര് കരുതി വെച്ചു. ആ വൃക്ഷത്തിനരികിൽ ഇരിക്കുന്നവരെല്ലാം വൃക്ഷം കരുതി വെച്ച പേരിന്റെ കഥകൾ കേൾക്കുന്നു. ഒരു പേരിലെത്താൻ ഓരോരുത്തരും ഓരോ കഥ പറഞ്ഞു നോക്കുന്നു. താങ്ക് യു. സ്വന്തം കവിതയുമായി എത്തുന്നു ശ്രീ ശാന്തൻ. നീലധാര ഹരിദ്വാറിലെ ഗംഗാനദിയിൽ ഋഷിമാർ പുരാതന കാലം മുതൽക്കേ ജലസമാധി നടത്തുന്ന സമാധി സ്ഥലമാണ്. ജലസമാധി സ്ഥലം. പിൽക്കാലത്ത് മനുഷ്യർ നീലധാരയിൽ ആത്മഹത്യ ചെയ്യാനും കൊലപാതകങ്ങൾ ചെയ്ത് ശവങ്ങൾ ഉപേക്ഷിക്കാനും തുടങ്ങി. ശവാധിക്യം മൂലം അവിടെ ജലസമാധി കണ്ടുകെട്ടി. പിന്നീട് അവിടെ ശവങ്ങൾ കണ്ടത് കൊറോണ ബാധിച്ച് മരിച്ച ഗ്രാമീണരുടെ ശവങ്ങൾ വലിച്ചെറിഞ്ഞപ്പോഴാണ്. അവിടെ ശവങ്ങൾ ഒഴിഞ്ഞു നടത്തുന്ന സമയത്ത് അവിടെ എത്തിയപ്പോൾ ഉണ്ടായ കവിതയാണ് നീലധാര. പൂത്തുലഞ്ഞ മരങ്ങളിൽ നിന്നും പാകമായി ഫലം വീഴുന്ന പോലെ ബോധേശ്വരന്മാർ ഉടലുപേക്ഷിക്കും. ഗംഗയാം നീലധാരയാകുന്നു ഞാൻ. പരലോകം പോകുവാൻ
പക്ഷി പോൽ നീരിലേക്കു വെടിഞ്ഞു ശരീരങ്ങൾ. ശവശതങ്ങൾ ഒഴുകിയെന്നാകിലും നീലസ്ഫടിക മനോഹരധാരയെ തൊഴുതു ഭക്തിയോടെ നിരാലംബർ ആത്മഹത്യാധാരയാക്കിയനന്തരം നീലധാരയിൽ ശവപ്രളയത്തിനാൽ കണ്ടുകെട്ടി ജലസമാധിസ്ഥലം. അപൂർവ മഹാമാരിയിലിന്നിതാ ശവസഞ്ചയം ഗംഗാപ്രയാഗകൾ. പാപമുക്തിക്കായി മഹാകുംഭമേളയിൽ ആരതിയൊഴിഞ്ഞു മുങ്ങി നിവർന്നവർ ജലവിളക്കുകൾ ഒഴുക്കി വിട്ടെന്നെ ഉള്ളുരുകി പ്രാർത്ഥിച്ച മാനുഷർ. ഇന്നവർ ജീവനത്തെന്നുടലിൻ അഗാധതയിലേക്കൊഴുകിയെത്തുന്നു. അമ്മ ഞാനെത്ര ജന്മാന്തരങ്ങളായി കണ്ണുനീരലിഞ്ഞു ചേരുന്നിടം. സുധർമരിക്കുമ്പോൾ എന്തിനു ഭ്രഷ്ട് അമ്മയായി കണ്ട പുത്രജന്മങ്ങൾക്ക് ഞാനെങ്കിലും തുണവേണ്ടേ മാരിയിൽ ഉടൽ പിടഞ്ഞ് മരിച്ച മനുഷ്യർക്ക്. പിറവി തൊട്ടേ ശവങ്ങളെ ശിവമായി മാറിലേറ്റിയ ജലൗഖമാണു ഞാൻ. വ്യാധി തിന്ന ദേഹത്തിനു ഭ്രഷ്ടില്ല പ്രേതമഞ്ചമായൊഴുകട്ടെ ഭാഗീരഥി. നീണ്ടു കിടക്കും എന്നുടലുടനീളം ജലസമാധിക്കായി കരുതി വെച്ചിടാം. നീലധാരയാകുന്നു ഞാൻ സദാ ഒഴുകിയെത്തുന്നു സമുദ്രതീരം വരെ. ശവങ്ങൾ തന്നേക്കുക കൊണ്ടുപോയിടാം ഹിമശൈലം മുതൽ അലയാഴിയോളവും. കടലേറ്റെടുക്കും എൻ്റെ കയ്യിൽ നിന്നും പിറന്ന കുഞ്ഞിനെ കൈമാറിടുന്ന പോൽ. പിറവി തൊട്ടേ ശവങ്ങളെ ശിവമായി മാറിലേറ്റിയ ജലൗഖമാണു ഞാൻ. വ്യാധി തിന്ന ദേഹത്തിനു ഭ്രഷ്ടില്ല പ്രേതമഞ്ചമായൊഴുകട്ടെ ഭാഗീരഥി. നീണ്ടു കിടക്കും എന്നുടലുടനീളം ജലസമാധിക്കായി കരുതി വെച്ചിടാം. നീലധാരയാകുന്നു ഞാൻ സദാ ഒഴുകിയെത്തുന്നു സമുദ്രതീരം വരെ. ശവങ്ങൾ തന്നേക്കുക കൊണ്ടുപോയിടാം ഹിമശൈലം മുതൽ അലയാഴിയോളവും. കടലേറ്റെടുക്കും എൻ്റെ കയ്യിൽ നിന്നും പിറന്ന കുഞ്ഞിനെ കൈമാറിടുന്ന പോൽ. നന്ദി. ശ്രീമതി ആര്യ ഗോപിയെ കവിതാ വായനയ്ക്കായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പല രൂപത്തിലും ഭാവത്തിലും കവിത ഒഴുകി വരുന്നത് കേൾക്കുകയാണ് നമ്മൾ. രാഷ്ട്രീയം പറയാനും രാരീരം പാടാനും നമുക്ക് കവിതയാണുള്ളത്. പ്രതിഷേധിക്കാനും പ്രതികരിക്കാനും പ്രേമിക്കാനും കവിതയല്ലാതെ മറ്റെന്താണുള്ളത്? അതുകൊണ്ട് തന്നെ കവിതയിലെ ജയപരാജയങ്ങൾ, ജീവിതത്തിലെ ജയപരാജയങ്ങൾ ഓർത്ത് വേവലാതി പെടുന്നതുകൊണ്ട് കാര്യമില്ലാത്തതുപോലെ അത്തരം ജയപരാജയങ്ങളെക്കുറിച്ച് ഓർത്ത് വേവലാതിപ്പെടുന്നത് കൊണ്ട് കാര്യമൊന്നുമില്ല. ഈ സാഹിത്യ അക്കാദമിയുടെ ഈ ഒരു ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് ഭാഗമാകാൻ സാധിച്ചതിലുള്ള സന്തോഷം അറിയിക്കുന്നു. ഒരു കവിത ചൊല്ലാം. കവിതയുടെ പേര് സ്പൈഡർമാൻ. സ്പൈഡർമാൻ.
രക്തകമ്പളം വിശിപ്പറത്തി കെട്ടിടത്തുമ്പു കൈവിട്ടു ചാടി ഒറ്റമാത്രയിൽ ഭൂമിയെ ചുറ്റും സത്യമിഥ്യതൻ യൗവന പക്ഷി വന്നു പോവുകൻ കണ്ണാടിയിൽ ഇടിമിന്നൽ പോലെ ഉടൽ ഭൂതജാതൻ ജാലവിദ്യയാൽ നൂൽ വലനെയും ജാതകക്കളം തീർക്കും സുധീരൻ മൂന്നു ലോകവും കാറ്റിൽ പറത്തും ഗോപുരങ്ങളെ കെട്ടിപ്പിടിച്ചോൻ പെൺചിലന്തിയെ പ്രേമാത്മഹത്യതൻ പൊന്മുനമ്പിൽ കുരുതി കൊടുത്തോൻ യുദ്ധമെല്ലാം നുകർന്ന നീ രക്തച്ചെമ്പരത്തിയെ നട്ടു നനച്ചു മണ്ണടുപ്പിലെ ചൂടിന്റെ വേവിൽ കണ്ടുകിട്ടാത്ത കാടിന്റെ നോവിൽ കൈതപൂത്ത പുഴയോരരാവിൽ പഞ്ചഭൂതമൊളിക്കുന്ന പൊത്തിൽ യന്ത്രസാഗരം ചീറ്റും പുകയിൽ കാലമോടുന്ന പട്ടിണിക്കാറ്റിൽ അട്ടഹാസ ചിരിപ്പെരുക്കത്തിൽ പ്രാണതാള കളിപ്പാട്ടമില്ലാതേതു നേരവും ഞങ്ങൾ നിൻ മായാവാതിലിൽ വന്ന് വാപൊത്തി നിൽപ്പൂ ചക്രവ്യൂഹത്തിൽ അത്ഭുതം തീർത്ത ശക്തിതൻ പ്രതിച്ഛായ സ്പൈഡർമാൻ മത്സരക്കുതിപ്പേതൊക്കെ ദിക്കിൽ പിഞ്ചു കുഞ്ഞിന്റെ തൂവൽ കൊഴിച്ചു ഏതു പ്രേതാത്മഭീകരസ്വത്വം കാണുവാൻ കൺ തുറക്കുന്നു നിത്യം ജാലകപ്പാളി നീക്കിപ്പറന്നെൻ ചാരയെത്തുമോ വീണ്ടും മറയാൻ ജാലകപ്പാളി നീക്കിപ്പറന്നെൻ ചാരയെത്തുമോ വീണ്ടും മറയാൻ. നന്ദി. ഷീജാവക്കത്തെ കവിതാ വായനയ്ക്കായി സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഒരു പഴയ കവിതയാണ് വായിക്കുന്നത്. ഹംഗേറിയൻ ആത്മഹത്യാ ഗാനം എന്നറിയപ്പെടുന്ന ഒരു ഗാനമാണ് ഗ്ലൂമി സൺഡേ. 1930കളിലാണ് അത് കമ്പോസ് ചെയ്യപ്പെട്ടത്. വിഷാദപൂർണമായ ഈ ഗാനം കേട്ടുകൊണ്ട് അനേകം പേർ ആത്മഹത്യ ചെയ്തതായി പറയപ്പെടുന്നുണ്ട്. ആ ഗാനമാണ് ഈ കവിതയുടെ പശ്ചാത്തലം. ഗ്ലൂമി സൺഡേ. നറും വെള്ള റോസാദലങ്ങൾക്കുമീതെ മുയൽ കുഞ്ഞിനെ കൊന്നു മൂടിക്കിടത്തി മിനുങ്ങുന്ന പെട്ടിക്കകത്തായടക്കി റിബൺ പൂവു ചൂടിച്ചു നീട്ടി വിഷാദം. നറും വെള്ള റോസാദലങ്ങൾക്കുമീതെ മുയൽ കുഞ്ഞിനെ കൊന്നു മൂടിക്കിടത്തി മിനുങ്ങുന്ന പെട്ടിക്കകത്തായടക്കി റിബൺ പൂവു ചൂടിച്ചു നീട്ടി വിഷാദം. മുഴങ്ങുന്നു ഗ്രാമഫോണിൽ മൃത്യുഗീതം ശവക്കച്ച തുന്നി പിയാനോയിലീണം കരം കോർത്തു മുന്നിൽ ചലിക്കുന്നു താളം പിഴയ്ക്കാതെ ശോകാർദ്രമായി പ്രേതലോകം. മുഴങ്ങുന്നു ഗ്രാമഫോണിൽ മൃത്യുഗീതം ശവക്കച്ച തുന്നി പിയാനോയിലീണം കരം കോർത്തു മുന്നിൽ ചലിക്കുന്നു താളം പിഴയ്ക്കാതെ ശോകാർദ്രമായി പ്രേതലോകം. തിരിച്ചേകുകില്ല മാലാഖമാർ നിന്നെ, തിരിച്ചേകുകില്ല മാലാഖമാർ നിന്നെ. വെളിച്ചങ്ങളെല്ലാം അണച്ചുള്ളിലേതോ കയർത്തുമ്പിലായി തൂങ്ങി നിൽക്കും വിതുമ്പൽ. ഞരമ്പറ്റ കൈത്തണ്ടയിൽ മഞ്ഞുവാർന്നു പിടയ്ക്കുന്നു നെഞ്ചിടിപ്പും ഫിർമരങ്ങൾ. വെളിച്ചങ്ങളെല്ലാം അണച്ചുള്ളിലേതോ കയർത്തുമ്പിലായി തൂങ്ങി നിൽക്കും വിതുമ്പൽ. ഞരമ്പറ്റ കൈത്തണ്ടയിൽ മഞ്ഞുവാർന്നു പിടയ്ക്കുന്നു നെഞ്ചിടിപ്പിൻ ഫിർമരങ്ങൾ.
അമർത്തുന്നു തോക്കിൻ കുഴൽ നെറ്റിമേലെ, മതിൽ കെട്ടു ചാടിക്കടന്നെത്തി ദുഃഖം. രസത്തുള്ളി പോൽ ചിന്നി വീഴും തെറിക്കും, മുറിക്കുള്ളിലെങ്ങും നിരാശതൻ രക്തം. അമർത്തുന്നു തോക്കിൻ കുഴൽ നെറ്റിമേലെ, മതിൽ കെട്ടു ചാടിക്കടന്നെത്തി ദുഃഖം. രസത്തുള്ളി പോൽ ചിന്നി വീഴും തെറിക്കും, മുറിക്കുള്ളിലെങ്ങും നിരാശതൻ രക്തം. ജലത്തിൻ്റെ വെള്ളത്തിൽ ചില്ലുടങ്ങും, അടിത്തട്ടിലാഴുന്നു മത്സ്യാക്ഷരങ്ങൾ. തണുപ്പിൻ്റെ പള്ളിക്കകം മുട്ടുകുത്താൻ ക്ഷണിക്കുന്ന നോവിൻ്റെ സങ്കീർത്തനങ്ങൾ. ജലത്തിൻ്റെ വെള്ളെഴുത്തിൽ ചില്ലുടങ്ങും, അടിത്തട്ടിലാഴുന്നു മത്സ്യാക്ഷരങ്ങൾ. തണുപ്പിൻ്റെ പള്ളിക്കകം മുട്ടുകുത്താൻ ക്ഷണിക്കുന്ന നോവിൻ്റെ സങ്കീർത്തനങ്ങൾ. ജലപ്പൂച്ച തൊട്ടുരുന്നും നഗ്നപാദം, ജലത്തത്ത കൊത്തിപ്പിളർക്കും ഹൃദന്തം. ജലക്കൈ പറിച്ചെടുക്കും ശ്വാസപുഷ്പം, ജലം ചേർന്നു നീർക്കും നിലാവുപോൽ രക്തം. നറും വെള്ള റോസാദലങ്ങൾക്കു കീഴെ മൃതിപ്പെട്ടിയിൽ വീർപ്പുമുട്ടിക്കിടക്കെ, കടും ചോപ്പുമൊട്ടൻ്റെ മേൽ വെച്ചു മൂകം, മുഖം താഴ്ത്തിയുമ്മ വയ്ക്കുന്നു വിഷാദം. നറും വെള്ള റോസാദലങ്ങൾക്കു കീഴെ മൃതിപ്പെട്ടിയിൽ വീർപ്പുമുട്ടിക്കിടക്കെ, കടും ചോപ്പുമൊട്ടൻ്റെ മേൽ വെച്ചു മൂകം, മുഖം താഴ്ത്തിയുമ്മ വയ്ക്കുന്നു വിഷാദം. തിരിച്ചേകുകില്ല മാലാഖമാരെന്നെ, തിരിച്ചേകുകില്ല മാലാഖമാരെന്നെ. നന്ദി. സ്വന്തം കവിതയുമായി നമ്മോട് സംവദിക്കാനെത്തുന്നത് ശ്രീമതി റോസി തമ്പി. പ്രിയപ്പെട്ടവരെ, പ്രണയലുത്തിനിയ എന്ന കവിതാ സമാഹാരത്തിലെ ചെറിയ 3-4 കവിതകളാണ് വായിക്കുന്നത്. ഞാൻ വിശ്വസിക്കുന്നത് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും നല്ല പ്രവൃത്തി പ്രണയത്തിലായിരിക്കുക എന്നതാണ്. അതുകൊണ്ടാണ് പ്രണയലുത്തിനിയ എന്ന് തന്നെ കവിതയ്ക്ക് പേരിട്ടത്. 101 ചെറിയ കവിതകളാണ്, അതിൽ ഏതാനും ചിലത് മാത്രമാണ് വായിക്കുന്നത്. ഈ കവിതകൾ അടുത്തിടെ കവി സച്ചിദാനന്ദ മാഷ് ലിറ്റനി ഓഫ് ലവ് എന്ന പേരിൽ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നു. ലുത്തനിയ എന്നത് ഒരു പ്രാർത്ഥനാ രൂപമാണ്. ആവർത്തിച്ച് അപദാനങ്ങൾ പാടുന്ന, പ്രത്യേകിച്ചും കാത്തലിക് ചർച്ചിൽ മറിയത്തിൻ്റെ അപദാനങ്ങൾ പാടുന്ന പ്രാർത്ഥനാ രൂപമാണ്. പ്രണയത്തെക്കുറിച്ചുള്ള 101 ചിന്തകളിലെ ചില ചിന്തകളാണ്. ഇരുളിൽ മഴവില്ലായി, വെളിവിൽ കാർമിന്നലായി പിളരുന്ന ജീവൻ്റെ ആനന്ദമാണ് പ്രണയം. ഇരുളിൽ മഴവില്ലായി, വെളിവിൽ കാർമിന്നലായി പിളരുന്ന ജീവൻ്റെ ആനന്ദമാണ് പ്രണയം. വെള്ളിമേഘങ്ങൾക്ക് മുകളിലൂടെ വെളിച്ചത്തിലേക്ക് പറന്നുയരുന്ന 2 ഈയൽ പക്ഷികളുടെ ഒന്നാകും അനുഭൂതിയാണ് പ്രണയം. പൂവിനും പൂമ്പാറ്റയ്ക്കുമിടയിൽ നൃത്തമാടും ഇളങ്കാറ്റിൻ്റെ ഉന്മാദമാണ് പ്രണയം. നിറഞ്ഞൊഴുകും അരുവിയിൽ മുങ്ങി നിൽക്കും പുല്ലിൻ്റെ വെയിൽ ചിരിയാണ് പ്രണയം. കെട്ടഴിഞ്ഞുപോയ കാറ്റാണ് പ്രണയം. ആർക്കാകും അതിനെ പിടിച്ചു കെട്ടുവാൻ? പ്രണയത്തിലായിരിക്കുക നല്ലതെല്ലാം നമ്മിലേക്ക് ഒഴുകിയെത്തും. ഭൂമിയിലേക്ക് അടർന്നു വീണ സ്വർഗത്തിൻ്റെ ഒരു തുണ്ടാണ് പ്രണയം. ദൈവം മനുഷ്യഹൃത്തിൽ വാഴുമ്പോൾ പ്രണയികൾ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വസിക്കുന്നു. പ്രണയികൾ ദൈവത്തിൻ്റെ മടിത്തട്ടിൽ ഉറങ്ങുന്നു, അവിടത്തെ മുഖം കണ്ടുണരുന്നു. പ്രണയിയെ നെഞ്ചോട് ചേർക്കുമ്പോൾ നീലാകാശത്തെ പുണരുകയാണ്. വിത്ത് ജീവനെ കാത്തുവയ്ക്കും പോലെ സമയമാകും വരെ ഞാൻ എൻ്റെ പ്രണയത്തെ കാത്തുവയ്ക്കും.
സൃഷ്ടിക്ക് ശേഷം 7-ാം നാൾ ഒറ്റയ്ക്കിരുന്ന് ഏകാന്തപ്പെട്ടപ്പോഴാണ് ദൈവം പ്രണയത്തെ സൃഷ്ടിച്ച് ആത്മാവിൽ ഒളിപ്പിച്ചു വെച്ചത്. മുറിവ് എത്രത്തോളം ആഴമുള്ളതാണോ വേദന അത്രത്തോളം ആനന്ദമുള്ളതാകും പ്രണയം അതിനെ പരിചരിക്കുമ്പോൾ. പ്രണയം കാറ്റായും കനലായും പെയ്തിറങ്ങുമ്പോൾ ഉടലിന് ചിറകുകൾ കിളിർക്കും. ഉടൽ വെൺമേഘമായി ഭൂമിക്ക് മേലെ ഒഴുകി നടക്കും. പ്രണയം എൻ്റെ ലോകവും നിന്റെ ലോകവും ഒന്നാക്കും. അഴിഞ്ഞുപോയ ആകാശവും ഭൂമിയും വീണ്ടും ചേർക്കപ്പെടും. പ്രണയം ചുംബനം കൊണ്ട് പ്രണയിയെ മുദ്രവയ്ക്കുന്നു, പൂമ്പാറ്റ പൂവിനെ എന്ന പോൽ. ആത്മാവിനെ പ്രണയിക്കുന്നത് ചുംബനത്തിൻ്റെ ഭാഷയിലാണ്. വെയിൽ താണ്ടി തളർന്നു വീഴുമ്പോഴാണ് പ്രണയം തോളിൽ തലോടി വിളിക്കുക, വരൂ ഈ തണൽ വഴിയെ നടക്കാം. അകമേ പെയ്യുന്ന മഴയാണ് പ്രണയം. അതിൻ്റെ കുളിരാണ് മേനിയിൽ പൂക്കുന്നത്. പ്രണയികൾക്ക് മുന്നിലെ ജീവൻ്റെ രഹസ്യം വെളിപ്പെടൂ, കവിത കവിക്കെന്ന പോലെ. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന ഹൃദയത്തിന് മാത്രമേ പ്രണയത്തിൻ്റെ വിളി കേൾക്കാനാകൂ. ആർക്കും ആരെയും പ്രണയിക്കാനാകില്ല. പ്രണയം നമ്മെ തിരഞ്ഞെടുക്കും വരെ. പ്രണയിക്കുകയല്ല, പ്രണയപാദത്തിൽ വീണു പോകുകയാണ്. 2 ഉറവകൾ അരുവിയായി ഒഴുകിച്ചേരുന്നതാണ് പ്രണയം. ആത്മാവിൻ്റെ മൊഴി കേൾക്കുന്നവരാണ് പ്രണയികൾ. അതിനാൽ പ്രണയത്തിൻ്റെ മറുപേരാണ് ആത്മീയത. പ്രാവിൻകൂട് പോലുള്ള ഹൃദയസഞ്ചിക്കുള്ളിൽ വെളിച്ചം നിറയുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് പ്രണയം. ഒറ്റ ലേപനം കൊണ്ട് മനുഷ്യനെ ദൈവമാക്കുന്ന ദിവ്യ ഔഷധമാണ് പ്രണയം. ഒളിപ്പിച്ചു വച്ചതെല്ലാം പുരപ്പുറത്ത് കയറി നിന്ന് വിളിച്ചു പറയുന്ന ശുദ്ധഭ്രാന്താണ് പ്രണയം. പ്രണയത്തിലായിരിക്കുകയാണ് മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ ആത്മീയ പ്രവൃത്തി. അല്ലയോ പ്രേമി, ഭയപ്പെടുന്നതെന്തിന്? ആത്മാവിന് തീ പിടിച്ചാൽ വസ്ത്രം കത്തിപ്പോകാതിരിക്കുന്നതെങ്ങനെ? കൂട്ടായിരിക്കുക സ്വർഗം, കൂട്ടറ്റുപോകുക നരകം. അനിവാര്യമായ തിന്മകൾക്കിടയിൽ ഒളിച്ചു കളിക്കുന്ന നന്മയാണ് പ്രണയം. പ്രണയം തീർത്ഥാടനമാണ്, അനന്തമായ കാലത്തെ കുറുകെ കടക്കുന്ന പാലം. ഓരോ ജീവനും കാത്തിരിക്കുന്നുണ്ട് പ്രണയത്തിലേക്ക് സ്നാനപ്പെടുത്തുന്ന ഒരു നട്ടുച്ചയെ. സ്വർഗത്തിൻ്റെ പൂന്തോട്ടമാണ് ഭൂമി. പ്രണയികളാണ് അതിൽ വിടരുന്ന പൂക്കൾ. ആകാശം സ്വർഗവാതിലടച്ചു കളഞ്ഞപ്പോൾ ഭൂമിയിൽ പെട്ടുപോയ മാലാഖമാരാണ് പ്രണയികൾ. ഹേ മരണാസന്നരായ ഭക്തരെ, ജന്മം മുഴുവൻ ഭജന ചെയ്തിട്ടും ദൈവത്തെ കാണാതെ മരിക്കേണ്ടി വരുന്നല്ലോ എന്നോർത്ത് വേദനിക്കുന്നതെന്തിന്? പ്രണയികളെ നോക്കൂ, ദൈവത്തിൻ്റെ മുഖമാണവർക്ക്. പ്രണയം അഗ്നിയാണ്. ജലം ഉടലിനെ ശുദ്ധിയാക്കും പോലെ അത് ആത്മാവിനെ ഉരുക്കി തിളക്കമുള്ളതാക്കും. എത്ര പറഞ്ഞാലും പാടിയാലും പിന്നെയും പിന്നെയും ബാക്കിയാകുന്നതെന്തോ അതാണ് പ്രണയം. വിളക്കിൽ എണ്ണ കരുതിയിരിക്കുക, പ്രണയം ഓർക്കാപ്പുറത്ത് കയറി വരും. ദൈവത്തിനും പ്രണയത്തിനുമിടയിൽ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നേർരേഖയുണ്ട്, തിര വരയ്ക്കുന്ന തീരം പോലെ. പ്രണയങ്ങൾ കുഞ്ഞുങ്ങളാണ്, അവർക്കെന്നും 1 വയസ്സാണ് പ്രായം. മരം ഇല പൊഴിക്കുന്നത് തളിർക്കാനും പൂക്കാനുമാണ്. ഹൃദയം ദുഃഖം കൊണ്ട് കഠിനമാകുന്നത് പ്രണയത്തിന് വഴി തുറക്കാനല്ലെങ്കിൽ പിന്നെ എന്തിനാണ്? 2 പേർക്കിടയിൽ മറച്ചു വയ്ക്കപ്പെടുന്നതെല്ലാം താനേ വെളിപ്പെടുമ്പോഴാണ് അവർ അറിയുന്നത് തങ്ങൾ പ്രണയത്തിലാണെന്ന്. പറഞ്ഞു തീരുന്നതല്ല, പറയാൻ ബാക്കി വയ്ക്കുന്നതാണ് പ്രണയം. മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നത് അത്ഭുതമാണെങ്കിൽ 2 പേർ പ്രണയത്തിലാകുന്നത് അത്യത്ഭുതം തന്നെ. പേരറിയാത്ത വിഷാദത്തെ പ്രണയമെന്ന് കവികൾ, പേരറിയാത്ത ആനന്ദത്തെ ദൈവമെന്ന് പ്രണയികൾ. ദുഃഖത്തെ സുഖമാക്കുന്ന, വൈരൂപ്യത്തെ സുന്ദരമാക്കുന്ന രാസത്വരകമാണ് പ്രണയം.
ഉടൽ മറയാൽ ഒളിപ്പിക്കാനാകാത്ത വെളിച്ചമാണ് പ്രണയം. പ്രണയികളെ വേർപെടുത്തുമ്പോൾ ദൈവം അവർക്കിടയിൽ ദൂതായി മാറുന്നു. പ്രണയം ഒരാളിൽ പണിയെടുക്കാൻ തുടങ്ങുമ്പോൾ വറ്റിപ്പോയ ഉടൽ നദിയിൽ ഉറവ കിളിർക്കുന്നത് കാണാം. പ്രണയിയുടെ വിരൽ തൊട്ടാൽ മാത്രം വിടരുന്ന ഉടൽ പൂവാണ് പ്രണയം. ഉടലലകളിലൂടെ തുഴഞ്ഞ് ആത്മാവിലെത്തുന്ന നൗകയാണ് പ്രണയം. ഉടലാണ് പ്രണയത്തിൻ്റെ കർമ്മം, ആത്മാവാണ് കർമ്മി. കരുതലാണ് പ്രണയത്തിൻ്റെ താക്കോൽ, ശ്രദ്ധയാണ് താഴ്. പ്രണയത്താൽ പൊതിയപ്പെട്ട ശരീരമാണ് ദേവാലയം. അവിടെ തീക്കല്ലുകളിൽ ഉറവ കിളിർക്കും. സൗന്ദര്യമോ ശക്തിയോ അല്ല, പണമോ പ്രതാപമോ അല്ല, ദൈവത്തിൻ്റെ ആത്മാവാണ് ഒരാളെ പ്രണയിയാക്കുന്നത്. ദൈവം തൊട്ടുവോ നിങ്ങളെ? ഓ, അതുകൊണ്ടാണ് നിങ്ങൾ പ്രണയികളായിരിക്കുന്നത്. നന്ദി. കവിതാ വായനയിൽ അടുത്തത് ശ്രീ ശ്രീജിത്ത് അയ്യല്ലൂർ. വേദിയിലും സദസ്സിലുമായിരിക്കുന്ന ആദരണീയരായ സുഹൃത്തുക്കളെ, കവിതയുടെ വഴിയിൽ പതിറ്റാണ്ടുകളായി അറിയുന്നവരാണ് വേദിയിലും സദസ്സിലുമുള്ളത്. എത്രമാത്രം ആത്മാർത്ഥവും ജാഗ്രതാപൂർണവുമായിട്ടുള്ള കവിതകളാണ് ഇവിടെ വായിക്കപ്പെടുന്നത് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട്. എന്തെല്ലാം പരിമിതികളുണ്ടെങ്കിലും പാളിച്ചകളുണ്ടെങ്കിലും സ്വയം തിരുത്തി മുന്നോട്ട് പോകുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് എന്നാണ് കേരളം പറയുന്നത്. ഗാന്ധി വെടിയേറ്റ നിമിഷങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കവിതയ്ക്ക് വേണ്ടി, സാഹിത്യത്തിനു വേണ്ടി നമ്മുടെ സർക്കാർ ഇത്തരത്തിലുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചതിൽ അവരെ അഭിവാദ്യം ചെയ്യുന്നു. കുറച്ച് ചെറിയ കവിതകളും ഇടയിൽ ഒരു നീണ്ട കവിതയും വായിക്കാം എന്നാണ് കരുതുന്നത്. ലാഭം എന്ന കവിത. കവിത എഴുതിയിട്ടും വായിച്ചിട്ടും നിനക്കെന്താണ് ലാഭം? ഘടികാരങ്ങളിലുള്ളതിനേക്കാൾ ഒരു നിമിഷം അതിൻ്റെ ജീവിതത്തെ നീട്ടിവെക്കുന്നു. മറ്റൊരു കവിത, ആവിഷ്കാരം. അമ്മിത്തറയ്ക്കു കീഴിലാണ് കോഴിക്കൂട്. തലയ്ക്ക് മുകളിൽ അരയ്ക്കുന്ന മസാലമണം നിത്യവും അറിഞ്ഞാണ് വിരിഞ്ഞതും വളർന്നതും. എന്നിട്ടും കൂവാതിരുന്നില്ല, ചാടിക്കൊത്താതിരുന്നില്ല. പക്ഷിയായ ആരും പരിഗണിക്കാഞ്ഞിട്ടും ആവും പോലൊന്ന് പറന്നു നോക്കാതിരുന്നില്ല. സമാധാനം എന്ന കവിത. തോക്ക് ചൂണ്ടി അവർ ഞങ്ങളോട് സമാധാനത്തെക്കുറിച്ച് പറഞ്ഞു. വേണ്ടി വന്നാൽ കാഞ്ചി പിൻവലിക്കാൻ വരെ തയ്യാറാണെന്ന്. ആണി എന്ന കവിത. കറുത്തവൻ, എപ്പോഴും അടിച്ചമർത്തപ്പെടുന്നവൻ, നിങ്ങളുടെ ഉറപ്പുകൾക്കിടയിൽ കിടന്ന് തുരുമ്പിച്ചു തീരുന്ന അറിയപ്പെടാത്ത ദളിതൻ. ചിരവ എന്ന കവിത. മൂങ്ങാനിരിക്കുമ്പോൾ തലയിൽ തേങ്ങ വീണു ചത്ത ഏതു നായയുടെ ഫോസിലാണ് ചിരവ? ഒരുപാട് വീര്യമുള്ള പ്രതിഷേധം കൊണ്ടാവുമോ എത്ര അടക്കി നിർത്തിയിട്ടും ചിരവ തേങ്ങ കാണുമ്പോഴെല്ലാം കുരയ്ക്കുകയും മുരളുകയും ചെയ്തു പോകുന്നത്? ചാറ് എന്ന കവിത. നിന്റെ ചാറുമതി ജീവിതത്തിന്റെ റേഷനരി മുഴുവൻ തിന്നു തീർക്കുവാൻ. അറിവ് എന്ന കവിത. കേട്ടെഴുത്തിൽ തോറ്റുപോയ കുട്ടി, ബധിരനെന്നറിയാതെ ശിക്ഷ വിധിക്കുന്ന ഗുരു. പായൽ എന്ന കവിത. നീയും ഞാനും ആഫ്രിക്കൻ പായൽ പോലെ എത്ര അകറ്റിയാലും വീണ്ടും അടുക്കുന്ന സ്നേഹത്തിന്റെ പച്ചപ്പുകൾ. നടുപ്പേജ് എന്ന കവിത. പ്രണയപുസ്തകത്തിൽ നമുക്ക് നടുപ്പേജുകളായി പിറക്കണം. ആരെങ്കിലും ചിന്തിക്കൊണ്ടുപോയാലും നമ്മൾക്ക് ഒരുമിച്ചിരിക്കാമല്ലോ. ഇനി കുറച്ച് നീണ്ടൊരു കവിതയാണ്, പിന്നെ കുറച്ച് ചെറിയ കവിത കൂടി പെട്ടെന്ന് വായിക്കാം. ഒരേ സീറ്റിൽ എന്ന കുറച്ച് നീണ്ടൊരു കവിത. ഒരേ സീറ്റിൽ. ഒരേ സീറ്റിലിരിക്കുന്ന അപരിചിതർ. ഒരാൾ മറ്റൊരാളെ കൊല്ലാൻ പോകുന്നവൻ. അരയിൽ രാഗി മിനുക്കിയ കഠാര. ഒരാൾ മറ്റൊരാൾക്ക് വേണ്ടി അവയവദാനം ചെയ്യാൻ പോകുന്നവൻ. ഉള്ളിൽ മുറിച്ചു കൊടുക്കേണ്ട കരൾ. ഒരു കുമ്പിൾ കടലയിൽ അവർ പരസ്പരം മിണ്ടിത്തുടങ്ങുന്നു.
അരയിലെ കഠാരയും ഉള്ളിലെ കരളും എല്ലാം അറിഞ്ഞ് അസ്വസ്ഥരാവുന്നു. കരൾ കഠാരയോട് നീ അതിന് കൂട്ടുനിൽക്കരുതെന്ന് പറയുന്നു. കഠാര കരളിനോട് എവിടെയായാലും നിനക്ക് നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരിടത്ത് വാഹനം പെട്ടെന്ന് ബ്രേക്കിട്ടപ്പോൾ കടലക്കുമ്പിളിൽ നിന്ന് കുറച്ചു മണികൾ കഠാരയൊളിപ്പിച്ച മടിയിൽ വീണു. കരൾ കൊടുക്കേണ്ടവൻ കടല പെറുക്കുമ്പോൾ കഠാര കണ്ടു. ആരെ കൊല്ലാൻ പോവുകയാണെന്ന് അവയവദാതാവ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു. കൊല്ലണം, കൊല്ലാതെ പറ്റില്ലെന്ന് കഠാര തിരുകിയവൻ പറഞ്ഞു. എന്തിനാണ് കൊല്ലുന്നതെന്ന് കരൾ ചോദിച്ചു. കടം വാങ്ങിയ 1000 രൂപ തിരിച്ചു തരുന്നില്ലെന്ന് കഠാര പറഞ്ഞു. കൊന്നാൽ കടം തിരികെ കിട്ടുമോ എന്ന് കരൾ. ഇനി ആരോടും അവൻ അങ്ങനെ ചെയ്യരുതെന്ന് കഠാര. കൊല്ലേണ്ട ആളുടെ വിലാസം കഠാര കാണിച്ചു കൊടുത്തു. കരൾ സ്വീകരിക്കേണ്ടവന്റെ വിലാസം തന്നെ അത്. ഞാൻ കരൾ കൊടുത്താൽ കുറച്ച് കാശ് കിട്ടും, കടം വാങ്ങിയ ആ 1000 രൂപ ഞാൻ തന്നാൽ പോരെ എന്ന് കരൾ ചോദിച്ചു. നിനക്കെന്തിന് എന്നോടിത്ര ദയെന്ന് കഠാര കരളിനോട് ചോദിച്ചു. കരൾ കാര്യം പറഞ്ഞു, ഒരേ വിലാസം. എനിക്ക് ആ കാശ് വേണ്ടെന്നും കൊല്ലാൻ ഞാൻ ഇനി പോകുന്നില്ലെന്നും പറഞ്ഞ് അരയിൽ കഠാര തിരുകിയവൻ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി. കഠാര കരളിന് കുഞ്ഞുങ്ങളെ പോലെ കൈ വീശി വീശി ടാറ്റ കൊടുത്തു. മറ്റൊരു കവിത. സാരി. നീ ഉടുത്തപ്പോൾ ഭംഗി തോന്നി, എങ്കിലും പേടിയാണ് ഒരു നെയ്ത്തുകാരനും കാണാനാവാത്ത ഒരാത്മഹത്യയുടെ കസവ് അതിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. മറ്റൊരു കവിത. ആത്മീയത. അമ്പലം കാണുമ്പോൾ എനിക്ക് നല്ലത് വരുത്തണേ എന്ന് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, ചീറിപ്പായുന്ന ആംബുലൻസ് കാണുമ്പോൾ അതിനുള്ളിൽ കിടക്കുന്നവന് ആയുസ് നീട്ടിക്കൊടുക്കണേ എന്നുകൂടി പ്രാർത്ഥിക്കുന്നതാണ്. മറ്റൊരു കവിത. പതാക. ഒരു പതാകയുണ്ട്, കണ്ണീരിനാൽ ഒളിപ്പിച്ചത്, ചോരയാൽ അടയാളം വെച്ചത്, മരിച്ചാലും പിടിവിടാത്തത്. പിന്നെങ്ങനെയാണ് സഖാവേ നാം ഒറ്റയാവുന്നത്? പിന്നെങ്ങനെയാണ് സഖാവേ നാം ഒറ്റയാവുന്നത്? ഒടുവിലെ കവിത. യാത്ര. പണ്ട് നാടുവിടുമ്പോൾ ബസ്സിൽ എഴുതിയിരുന്നു, ശ്രീ കടാമ്പുഴ ഭഗവതി ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്ന്. ഇന്ന് തിരിച്ചു വരുമ്പോൾ ബസ്സിൽ എഴുതിയിരിക്കുന്നു, ശ്രീ മാതാ അമൃതാനന്ദമയി ഈ വാഹനത്തിന്റെ ഐശ്വര്യം എന്ന്. കാടാമ്പുഴ ഭഗവതി ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങിപ്പോയത്? കാടാമ്പുഴ ഭഗവതി ഏത് സ്റ്റോപ്പിലാണ് ഇറങ്ങിപ്പോയത്? വളരെ ജാഗ്രതയോടുകൂടി എഴുതുകയും വായിക്കുകയും ഇടപെടുകയും ചെയ്യേണ്ട ഒരു കാലത്തിന്റെ ദശാസന്ധിയിലാണ് നമ്മൾ ഇരിക്കുന്നത്. കൂടുതൽ ജാഗ്രതയോടുകൂടി നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും അഭിവാദ്യം ചെയ്യുന്നു. സ്വന്തം കവിതയുമായി എത്തുന്നു ശ്രീമതി അമ്മു ദീപ. വേദിയിലും സദസ്സിലും ഇരിക്കുന്ന എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി വായിക്കുന്ന കവിതയുടെ പേര് പുലിപ്പേടി. ഉറക്കത്തിലെന്നും ഒരു പുലിയുടെ മൂക്ക് ഉരുമ്മാൻ വന്നു. പുലിച്ചൂടുള്ള ശ്വാസം പിൻകഴുത്തിലടിക്കുമ്പോൾ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി, കണ്ണുകൾ ഇറുക്കിയടച്ച് കിടുകിടാ വിറച്ച് കിടക്കയിൽ ചുരുണ്ടു. ഏതു നിമിഷവും അതെന്നെ കടിച്ചെടുത്തു കൊണ്ടോടാം. പുഴക്കരയിലോ മരക്കൊമ്പിലോ പാറപ്പുറത്തോ വച്ച് തീർക്കാം. പല്ലുകൾ ആഴ്ന്നിറങ്ങുമ്പോഴത്തെ വേദന ഞാൻ സങ്കല്പിച്ചു. തിളങ്ങുന്ന കണ്ണും കൂർത്ത ചോരപ്പല്ലുകളും അടുത്തു നിന്നു കാണുന്നതോർത്ത് ശ്വാസം നിലച്ചു. എല്ലുകൾ ഉടയുന്നതിൻ്റെയും ഞരമ്പുകൾ വലിഞ്ഞു പൊട്ടുന്നതിൻ്റെയും ശബ്ദം കേട്ടു. ഏറ്റവും ഭയം തോന്നിയത് മഞ്ഞയിൽ മനോഹരമായി വിധാനിച്ച കറുത്ത പുള്ളികളോടാണ്. അതേ ഡിസൈനിലുള്ള ഒരു സാരി കണ്ടു മോഹിച്ചു വാങ്ങിയത് അലമാരയിലുള്ളതോർത്തു. പിൻകഴുത്തിൽ പുലി ഒന്ന് മുരണ്ടു. പെട്ടെന്ന് ഞാൻ മരണത്തിന്റെ കൈത്തണ്ടയിൽ കയറി പിടിച്ചു. ദയവായി ഒന്ന് വേഗത്തിൽ എന്ന് യാചിച്ചു. കറുത്ത രോമാവൃതമായ ദേഹത്തിലൂടെ ഉരസി ആ പാദങ്ങളിൽ വീണു. കൊടും തണുപ്പായിരുന്നു അയാൾക്ക്. അയാൾ മറ്റെന്തോ ശ്രദ്ധിച്ചു. എന്റെ കവിളിലും മാറിലും
മുടിയിഴകളിലുമെല്ലാം മഞ്ഞുകട്ടകൾ പറ്റിപ്പിടിച്ചു. എന്റെ കവിളിലും മാറിലും മുടിയിഴകളിലുമെല്ലാം മഞ്ഞുകട്ടകൾ പറ്റിപ്പിടിച്ചു. പുലി ഒരിക്കലും എന്നെ സ്പർശിച്ചതേയില്ല. നേരം വെളുക്കെ മഞ്ഞുകട്ടകളെല്ലാം ഉരുകി അപ്രത്യക്ഷമായിട്ടും പുലി പതുങ്ങി നിന്നിടത്തേക്ക് ഞാനൊന്ന് തിരിഞ്ഞു നോക്കിയുമില്ല. രണ്ടാമത്തെ കവിത, ഒരു ഗ്രാമത്തിൻ്റെ കഥ. മരണം. ഞങ്ങളുടെ ഗ്രാമത്തിൽ എല്ലാ കൊല്ലവും കുറച്ചാളുകൾ ഇടിമിന്നലേറ്റ് മരിച്ചു. നിറയെ പാറകളുള്ള നാടാണ്. വെട്ടുപാറയ്ക്കുള്ളിൽ ചോര കല്ലിച്ച പോലെ മയങ്ങിക്കിടക്കുന്നത് ഇരുമ്പാണെന്ന് പറയും മുത്തശ്ശൻ. ചരൽ ചൂടിൽ ഇരുമ്പുനീർ കുടിച്ചു തെഴുത്ത പാവുട്ട, പാല, പുളിവെണ്ട, ചൊടലിപ്പാറകം. ചപ്പുമൂടിയ മടകളിൽ പൂത്താങ്കീരികൾ, കാട്ടുകോഴികൾ, വെരുക്, ശിരസിൽ കാന്തമുദ്രയുള്ള പരുന്തുകൾ. കൊല്ലന്മാർ വെട്ടുപാറ കടഞ്ഞ് ഇരുമ്പെടുത്തു. ആലകളിൽ കാരിരുമ്പ് വെണ്ണ പോലെ പൊന്തി വന്നു. ഉലിയൂതിപ്പഴുപ്പിച്ച് ഗ്രാമം പിച്ചാത്തിയും മടാളും ചരവനാക്കുമുണ്ടാക്കി. ചിരവനാക്കിന്റെ ഉരത്തിൽ പെണ്ണുങ്ങൾ ആണുങ്ങളെ സ്നേഹിച്ചു. പെറ്റുകിടന്നവർ തലയിണയ്ക്കടിയിൽ ചെറിയ പിശാങ്കത്തി തിരുകി. വയസ്സറിയിച്ച പെൺകുട്ടികൾക്ക് മുത്തശ്ശിമാർ അടികട്ടിയുള്ള ഇരുമ്പു ചീനച്ചട്ടിയിൽ എള്ളെണ്ണ ഒഴിച്ച് ഉള്ളിച്ചോറുണ്ടാക്കി. വേനൽക്കാലത്ത് മല വിയർക്കുമ്പോൾ ഗ്രാമമാകെ ഇരുമ്പുചൂര് പരക്കും. തുലാമാസം. കുറച്ചു വർഷങ്ങളായി തുലാക്കാറ് മാനത്ത് പരക്കുമ്പോൾ എർലാടിയെ കണ്ട പൊരുന്നൽ കോഴിയെപ്പോലെ ഗ്രാമം പരുങ്ങുന്നു. ആദ്യത്തെ ഇടിക്ക് കറണ്ട് പോകും. വിളക്കുകാലുകൾ കടപുഴക്കുന്ന പെരുങ്കാറ്റിൽ അകായിലെ ചിമ്മിനികൾ കെടും. വെള്ളത്തിനോ ദൈവത്തിനോ കെടുത്താൻ പറ്റാത്ത കൊടും തീ മാനത്തുനിന്നും വേരുകൾ തേടി മണ്ണിലേക്കിറങ്ങി വന്നു. മലയും തോട്ടുവെള്ളവും ഇരു കൈകളും നീട്ടി തീയിനെ സ്വീകരിച്ചു. വാണം പിളരും ഒച്ച കേട്ട് മുത്തശ്ശിമാർ കുട്ടികളെ പൂണ്ടടക്കം പിടിച്ച് കിടക്കയിൽ ചുരുണ്ടു. തൊഴുത്തിൽ ആടുമാടുകൾ അമറി. കോഴികളും നായ്ക്കളും ഇറയത്തേക്ക് കയറി നിന്നു. ആ തീവിരൽ ആളുകളെ തേടി വന്ന് നെറുകയിൽ തൊട്ടു. തുലാത്തിന്റെ അലർച്ചയിൽ കൂട്ടക്കരച്ചിലുകൾ പുറത്തു കേട്ടില്ല. കുലയുടയോൻ. കരിമരണം ശീലമായപ്പോൾ മഴ മാറി മാനം തെളിഞ്ഞ സന്ധ്യയിൽ മുത്തശ്ശി പറമ്പായ പറമ്പും കുന്നും ചെരുവുകളും റബ്ബർ മൂടും മുമ്പ് മഴക്കാലങ്ങളിൽ ഗ്രാമത്തെ കാത്തുപോകുന്ന കുലയുടയോന്മാരുടെ കഥ കുട്ടിക്ക് പറഞ്ഞുകൊടുത്തു. മുറ്റത്തും പറമ്പിലും കണ്ടത്തും കരയിലും മാനം മുട്ട ഉയരത്തിൽ വേനൽക്ക് ഉണങ്ങാതെ കാറ്റത്തുലയാതെ മഴപ്പെരുക്കങ്ങളിൽ പെരുമ്പറ കൊട്ടി അവരങ്ങനെ നെഞ്ചും വിരിച്ചു നിന്നിരുന്നു. മണ്ണിൽ വീഴും മുമ്പേ മിന്നൽ പിണരുകൾ മുലപ്പാല് പോലെ മൊത്തിക്കുടിച്ചിരുന്നു. കരിമ്പനികൾ കാവലിൽ നിന്നിരുന്ന ആ ഗ്രാമം കുട്ടി സങ്കല്പിച്ചു നോക്കി. കഥ തീർന്നപ്പോഴേക്കും നേരം ഇരുട്ടി. തോട്ടങ്ങളിൽ നിന്ന് കോട്ടെരുമകളെ പോലെ രാത്രി അരിച്ചു വന്നു. മാനത്ത് പനന്നുങ്കു ചന്ദ്രൻ ഉദിച്ചു. നന്ദി. കവിതാ വായനയിൽ അടുത്തതായി ശ്രീമതി ആര്യാംബിക. വേദിയിലും സദസ്സിലുമുള്ള എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. കേരള സാഹിത്യ അക്കാദമിയുടെ ദേശീയ സാഹിത്യോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിച്ചതിലുള്ള സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഞാൻ 2 ചെറിയ കവിതകളാണ് അവതരിപ്പിക്കുന്നത്. മൗഢ്യം. മൗഢ്യമെന്നാൽ മണ്ടത്തമെന്നോ മണ്ടിത്തമെന്നോ എന്നൊക്കെ പറയാവുന്നത് മൗഢ്യം. തിരിച്ചൊഴുകുവാനാകാതുഴലുന്ന പുഴയുടെ കരച്ചിലിൻ ചുഴിച്ചുറ്റുവരിഞ്ഞിടുമ്പോൾ ഇടിമിന്നൽ പോലുയിരിൽ പിറന്നുടലാകെ നീറിപ്പടരുന്ന വൈദ്യുതിയായി നോവുപായുമ്പോൾ ഉറക്കിനുമുണർവിനുമിടയിൽ നിന്നാന്തലായി തെറിക്കുന്ന തീദ്രവമാം ഓർമ്മ തീണ്ടുമ്പോൾ അടുത്തടുത്തെന്ന് മിഥ്യാഭ്രമമുണർത്തിടും സ്നേഹ
കടുത്ത തിമിരമായി കാഴ്ച മൂടുമ്പോൾ കുടത്തിലടച്ചിട്ടേതോ ഭൂഗർഭഗുഹ തന്മാറിൽ അടക്കിയ ഭൂതം വർത്തമാനമാകുമ്പോൾ അടർന്നടർന്നു പോം ഓരോ ദിവസതലത്തെയോർത്ത് പിടയുന്ന മരം പോലെ ശൈത്യമേൽക്കുമ്പോൾ ഒരിക്കലും സ്വന്തമല്ലെന്നുറപ്പുള്ള മനസ്സിനായി മരിക്കുന്ന ജീവിതത്തിൻ മൗഢ്യമാളുമ്പോൾ ഒരിക്കലും സ്വന്തമല്ലെന്നുറപ്പുള്ള മനസ്സിനായി മരിക്കുന്ന ജീവിതത്തിൻ മൗഢ്യമാളുമ്പോൾ വിളിക്കുവാനൊരു പേരു പോലുമില്ലാതെ അനാഥമായി വിളർക്കുന്ന വാക്കുണ്ടാകും എനിക്കു കാവൽ. തുഴയായും തുണയായും മുറികൂട്ടും മരുന്നായും വെളിവായും വെട്ടമായും ഇഴുകി നിൽക്കാൻ. തുഴയായും തുണയായും മുറികൂട്ടും മരുന്നായും വെളിവായും വെട്ടമായും ഇഴുകി നിൽക്കാൻ. രണ്ടാമത്തെ കവിത സിദ്ധാന്തം. സിദ്ധാന്തം ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ശാഠ്യം എന്നുള്ള അർത്ഥത്തിൽ പറയാറുണ്ട്. സിദ്ധാന്തം. ഇരട്ട പെൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ അഭിധ എന്നും വ്യഞ്ജന എന്നും പേരിടാമായിരുന്നു. ഇരട്ട പെൺകുട്ടികൾ ഉണ്ടായിരുന്നെങ്കിൽ അഭിധ എന്നും വ്യഞ്ജന എന്നും പേരിടാമായിരുന്നു. അഭിധ പച്ച പരമാർത്ഥിയും വ്യഞ്ജന സാമർഥ്യക്കാരിയുമായേക്കാം. എങ്കിലും അഭിധ പച്ച പരമാർത്ഥിയും വ്യഞ്ജന സാമർഥ്യക്കാരിയുമായേക്കാം. എങ്കിലും ലക്ഷണയെന്ന് വിളിക്കുകയേയില്ല, ലക്ഷണം കെട്ടുപോയാലോ? ലക്ഷണയെന്ന് വിളിക്കുകയേയില്ല, ലക്ഷണം കെട്ടുപോയാലോ? വെറുതെയല്ല പെൺകുട്ടികളെ പിറക്കാത്തത്. ഉണ്ടായ ആൺപിറപ്പുകളെ ആനന്ദവർദ്ധനനെന്നും അഭിനവനെന്നും വിളിക്കണമെന്ന് വാദിച്ചു നോക്കിയതാണ്. ഉണ്ടായ ആൺപിറപ്പുകളെ ആനന്ദവർദ്ധനനെന്നും അഭിനവനെന്നും വിളിക്കണമെന്ന് വാദിച്ചു നോക്കിയതാണ്. ഖണ്ഡിച്ചു കളഞ്ഞില്ലേ ധ്വന്യഭാവവാദികൾ, ഖണ്ഡിച്ചു കളഞ്ഞില്ലേ ധ്വന്യഭാവവാദികൾ. നന്ദി. അടുത്തതായി ടി.കെ. സന്തോഷ് കുമാർ. പ്രിയമുള്ളവരെ, മഹാകവി കുമാരനാശാന്റെ 100ാം ചരമവാർഷികം, അതിൻ്റെ പശ്ചാത്തലത്തിൽ ആശാനെ ഓർത്തുകൊണ്ട് എഴുതിയ ഒരു കവിതയാണ്. ഇതിൽ ആശാന്റെ കവിതകളും ജീവിത സന്ദർഭങ്ങളും ശ്രീനാരായണ ഗുരു, രവീന്ദ്രനാഥ ടാഗോർ, അതേപോലെ C.V. രാമൻപിള്ള, പിന്നെ ആശാന്റെ ഒട്ടുമിക്ക കൃതികളുടെ സന്ദർഭങ്ങൾ ഇവയൊക്കെ കടന്നു വരുന്നുണ്ട്. പക്ഷേ ആശാൻ കവിതയും ജീവിതവും ആഴത്തിൽ അറിയുന്നവർക്ക് കൂടുതൽ ആസ്വദിക്കാൻ കഴിയും എന്ന് തോന്നുന്നു. ആഴം എന്നാണ് കവിതയുടെ പേര്. വടവൃക്ഷമായി അടിവേരു മണ്ണിലാഴ്ന്ന കാവ്യനില നീണ്ടു മാനത്തിലയുരുമ്മി നിന്നു. തലമുറ എത്ര പിന്നിട്ടാലും ഉൾക്കരുത്ത് കാതൽ കുനിയാത്ത തല കൊടുങ്കാറ്റിൻ മൂളക്കം കനത്തയർത്ഥത്തിനൊത്ത ശയ്യ മണ്ണിൽ ചേറ്റടിയിൽ പണി ചെയ്ത തഴമ്പ് അതിൽ തെളിഞ്ഞ ശില്പം ഏതു കൊടും കടലുമെടുത്തു നീന്തിക്കേറും ഉടൽ
ഭാവനതൻ നിറനോട്ടം ഉറച്ച പദം. ഭാവത്തിന്റെ പരകോടി താണ്ടി ഒന്നിൽ നിന്നു മാറി ശാന്തം നീളും മെയ്വഴക്കം അർത്ഥശങ്കകൾ സ്വയം അഭാവത്തിലാണ്ടും ശലഭ ജീവിതഗതി തിരഞ്ഞ് പൊരിഞ്ഞ് ഉറഞ്ഞ് തെളിഞ്ഞ കാവ്യം. കൊടുംവേനൽ ഉണക്കിൽ നീരുറവകൾ തുറന്നിട്ടു അതിശീതക്കാറ്റിലാടിക്കെടാതെ നിന്നു. നിഴലാൽ അളന്നു നേരം ഗണിച്ചു കാലത്തിൻ ഗതി. കഴലടികളാൽ ഊഴിക്കകമറിഞ്ഞു. ഏതു ഋതുവിലും തളിരിട്ടു പൂത്തു കായ്ച്ചു കിളിക്കൂടിൻ കൊമ്പിൽ വിരിയിച്ചു സ്വരമാധുര്യം. തഴച്ച കാടുകൾക്കുള്ളിൽ ചുഴിമലരികളായി കുതിച്ച കയങ്ങൾ കോരി നിവർത്തിവച്ചു. കൊഴിഞ്ഞ ഇതളുകളിൽ തെളിഞ്ഞ അദ്വൈതസാരം ധ്വനിമയം ജീവിതത്തിലെടുത്തു കോർത്തു. ക്ഷണികം വിടർന്നു പൊട്ടിപ്പൊലിഞ്ഞ മിന്നലിൻ കാന്തി അടരും വാഴ്വിന്റെ ശൂന്യനിലയിൽ ചേർത്തു. ശമയമനിയതികൾക്കതീതമാം പ്രണയത്തെ കൊടുങ്കാടിൻ നടുവിൽ വേർപിരിച്ചു നിർത്തി. ഉലയാതെ ഉറകൂടി അത് ധനം ഭോഗം നീറി നിലയ്ക്കാത്ത പ്രാണനായി വെടിഞ്ഞുമാറി. ഇടറി ഗതി നിലച്ച കഥ സർവം വെടിഞ്ഞ് ഉയിരുരുക്കി സ്വതന്ത്രമായ വഴി തിരിച്ചു. വരുതിക്ക് വഴങ്ങാത്ത മനം ഉടൽ ഇഴചേർത്തു സ്ഥിതമായി രാഗബന്ധം ചുഴിയിലാഴ്ത്തി. തിമിരത്തിലാണ്ട കാടു കായൽ കടൽ തിരകളിൽ കനം കെട്ടി നിന്ന കണ്ണീരിഴ പിരിച്ചും ധനസ്ഥാന പ്രഭുത്വത്തിൻ നിഷ്ഫലതയെ എരുതിയിലെഴുതി സഹസ്രരശ്മി ശാന്തി ഭൂവാക്കി. അനിശ്ചിതം അഴലായി നെരിപ്പോട് സമം പുകഞ്ഞെരിഞ്ഞ പുരികം മീതെ ചുളിച്ചുയർത്തി. കുടഞ്ഞെറിഞ്ഞടിമുടി പദം വന്ന നീതികൾ തൻ കുലകൂടം ഭൂമി രണ്ടായി പിളർത്തി മാറ്റി. തേച്ചു ചന്തം വരുത്തിയാൽ മാറ്റുകൂടും മനുഷ്യരെ ചേർത്തു നിർത്തി പഴകിയ നൂലു പൊട്ടിച്ചും മാറ്റം മാറ്റിമറിക്കും ദുർനിയമങ്ങൾ ചട്ടങ്ങളെ കാറ്റിൻ കാതിൽ ആ സന്ദേശമുരുക്കഴിച്ചു. വിഷക്കായികൾ വിരിയിച്ച ജാതി മരമടി തോണ്ടി എരിക്കാൻ എണ്ണയും തീയും പകർന്നു നൽകി. വിഷവിത്തിൻ പല ജാതിയുറഞ്ഞത് മുള പൊട്ടി വിടർന്നു. എന്നാലും വീറായെതിരടിച്ചു. ആലവട്ടം വീശും സുഖജാലം എരിചുടലയിൽ ശൂന്യതയെ കാർന്ന് നെടും ഭൂതമായപ്പോൾ ഉടലിനഴകിനപ്പുറത്ത് മനമടിയിലായുറവിടും കാരുണ്യത്തിൻ സുഹൃതം കാത്തു. ആടിയുലഞ്ഞിടറിയ യാത്ര പരക്ലേശം തീരാൻ കാവ്യത്തെ ഔഷധമാക്കി. അന്ത്യനേരവും പരനും അപരനും ഒരുപോൽ വാഴും കാലത്തിനായി
ഉരുകിത്തെളിഞ്ഞു നീരിലാണ്ടുപോം വരെ വാദിക്കാനും ജയിക്കാനുമല്ല തുല്യനിലകളായി അറിയിക്കാനായുറച്ച ബോധം ആഴങ്ങളിൽ ആഴ്ന്നുപോയ സോദരത്വത്തെ ഉയർത്തി മോദസ്ഥിതമായ പൊരുൾ അഞ്ജലിയാക്കി ജനഗണമനമറിഞ്ഞലിഞ്ഞു ഗീതകം പാടി ഉലക കീർത്തി അതിലേക്കുയർന്ന നാദം വാഗ്ദേവതയുടെ വീരഭടനായി വെന്തെരിഞ്ഞ വാഗ്മി അതീന്ദ്രിയങ്ങൾക്ക് മംഗളമേകി ആകാശത്തെ വിഴുങ്ങുന്ന ആകാശവും അണുധൂളിക്കാകാരമാമണുക്കളും ഇഴുക്കിച്ചേർത്ത് വിഷമമൃതാക്കി പാഴാകാശമലർവാടിയാക്കി വടിവറിയാത്തോരേഴാം ഇന്ദ്രിയമായി ഉലകരുറങ്ങിയപ്പോൾ അണ്ഡരാശി സമം ഉണർന്ന അനന്തമാം വ്യഥകൾ തൻ പൊരുൾ തിരഞ്ഞു. ഉലകരുറങ്ങിയപ്പോൾ അണ്ഡരാശി സമം ഉണർന്ന അനന്തമാം വ്യഥകൾ തൻ പൊരുൾ തിരഞ്ഞു. കൃമികീട സമം സഹജാതർ അവരുണരുവാൻ ഉദകേണ്ടും നീതിക്കായി ധിഷണ ചേർത്തു. ദൂഷിതമാം ന്യായാസനം ജനഹിത സഭ ഏതും ഭേദമില്ല ഇടറാത്ത വാക്കായെരിഞ്ഞു. കാവ്യം യോഗം വ്യവസായം വിവേകോദയമാം ജ്വാല കീർത്തി മറികടന്നുള്ള ബോധസഞ്ചാരം. ഒടുക്കം ആഴത്തിൽ നിന്നും ആഴത്തിലേക്കൂളിയിട്ടു പരിപൂർണ മഹാബോധം മഹാചന്ദസ്സായി വാഴ്വ് കിനാവായി ആഴി ആകാശമായി അപൂർണമായി പൂർണ്ണതയ്ക്കുമീതേ നീർത്തു മഹാശൂന്യത. മഹാവാക്യം മഹാധ്യാനം മറവിതന്നെതിർകാലം മനമലരിതളിലായി തെളിഞ്ഞ കാവ്യം. മഹാദുഃഖ കൊടുങ്കടലടിയിൽ നിന്ന് ഉയർന്നതാം മഹാഭാവം താരാകാശം എരിയും സൂര്യൻ. നന്ദി, നമസ്കാരം. കവിതാ വായനയിൽ അടുത്തതായി ശ്രീമതി വിജില. പ്രിയപ്പെട്ടവരെ, സദസ്സിലും വേദിയിലുമുള്ള സഹകവികളെ, സുഹൃത്തുക്കളെ, ഞാൻ ഇവിടെ സാർവദേശീയ സാഹിത്യോത്സവത്തിന് പങ്കെടുക്കാൻ വന്നപ്പോൾ ഇതിൽ വളണ്ടിയേഴ്സായിട്ട് കുറച്ച് കുട്ടികളുണ്ട്. MG യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ഒരു അഭിമന്യ എന്നൊരു വിദ്യാർത്ഥി എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, കവിത പഠിക്കുന്നുണ്ട്, കൈക്കലത്തുണികൾ. കൈക്കലത്തുണികൾ എന്ന കവിത എനിക്ക് ചിരിച്ചുകൊണ്ട് എൻ്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി കവിത വായിച്ചിട്ടുണ്ടാവുമെന്ന്. അത് വലിയൊരു സന്തോഷമായിട്ടാണ്, ആ ഒരു സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ ഇരുന്നത്. പലർക്കും വലിയ വിഷമം തോന്നിയ ഒരു കാര്യം പിൻബെഞ്ചിലായിപ്പോയി എന്നുള്ളതാണ്. പിൻബെഞ്ചിലായാലും മുന്നിലേക്ക് കസേരയിട്ടിരിക്കാൻ എനിക്ക് അറിയാമെന്ന് ഞാൻ പറഞ്ഞു. ആളുകളുടെ മനസ്സിൽ നമ്മൾ വാക്കുകൾ കൊണ്ടാണ് അടയാളം വെക്കുന്നത്. കവികൾ വാക്കുകൾ കൊണ്ടാണ് അടയാളം വെക്കുന്നത്. കവികളെന്നല്ല എല്ലാ എഴുത്തുകാരും. അത് സൗന്ദര്യബോധത്തോടെ കരുത്തോടെ ആവാൻ ശ്രമിക്കുന്നു. സമകാലിക സന്ദർഭങ്ങളോട് ഉള്ള പ്രതികരണങ്ങളായിട്ടൊക്കെയാണ് കവിത വരാറുള്ളത്. അതിനുള്ള ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. സഹകവികൾക്കൊപ്പം ഈ വേദിയിലും സദസ്സിലൊക്കെ കവികൾ ഇരിപ്പുണ്ട്. അവർക്ക് കേൾവിക്കാരായിട്ട് ഇത്രയും പേരെങ്കിലും ഇരിക്കുന്നതിൽ വലിയ സന്തോഷം തോന്നുന്നു. കവിത ഉന്മാദത്തെക്കുറിച്ച് എന്താണ് ഈ പറയുന്നത് അമ്മു എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ഉന്മാദത്തെക്കുറിച്ച് പറയട്ടെ എന്ന് ചോദിച്ചു. ഉന്മാദം എന്ന് പറയുന്നത് ബോധപൂർവം ഉന്മാദം ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ എന്നോട് തന്നെ ചോദിച്ചൊരു ചോദ്യമാണ്. ബോധപൂർവം നമ്മൾ നമുക്ക് അസ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു ലോകത്ത് ബോധപൂർവം തന്നെ നമ്മൾ ഒരു പ്രവൃത്തി ആവർത്തിച്ച് ചെയ്തെന്നിരിക്കും.
നമ്മളോട് ചെയ്യരുതെന്ന് പറയുന്നത് ഡാൻസ് ചെയ്യരുത്, അല്ലെ പാട്ട് പാടരുത്, കവിത എഴുതരുത്. ഇങ്ങനെ അരുതുകൾ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അത് തന്നെയാണ് ഉന്മാദം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തരം നിർമ്മിത ബുദ്ധി എന്നൊക്കെ പറയും പോലെ മനഃപൂർവ്വം നമ്മൾ കുറച്ച് ഉന്മാദമൊക്കെ ഉണ്ടാക്കി വെക്കും. ചിലപ്പോൾ ഭയപ്പെട്ടുകൊണ്ട് പ്രണയിക്കുന്ന ആൾക്കാരായിരിക്കും യുവതലമുറ എന്ന് പറയുന്നത്. അവിടെ ജാതി, മതം, വർഗബന്ധങ്ങളൊക്കെ പ്രശ്നമായി വരുമ്പോൾ അത് ചെയ്യരുത് എന്ന് പറയുമ്പോൾ അത് ആവർത്തിക്കും, അതിൽ തന്നെ ഇടപെടാൻ നോക്കും. അപ്പൊ കവിതയിലും ഇങ്ങനെയൊക്കെ തന്നെയാണ് ഞാനും കുഞ്ഞുനാളിലും അതൊക്കെ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ചെയ്യരുത്, എഴുത്തിന്റെ ലോകത്തേക്ക് പോവരുത്, അങ്ങനെയൊക്കെ പറയുമ്പോൾ അതിന്റെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പലരും പറയുന്നു എഴുത്ത് അത് കുടുംബജീവിതത്തെ ബാധിക്കും എന്നൊക്കെ. നമ്മളത് ചെയ്യുകയാണ്, ആവർത്തിച്ച് നമ്മൾ അതിൽ ഇടപെടുകയാണ്. അത്തരത്തില് കവിത ഈ പറഞ്ഞ പോലെ ശ്രീജിത്ത് പറഞ്ഞിരുന്നു, നമ്മൾ തിരുത്തിക്കൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. നമ്മളെ എഴുത്തിൽ ഇങ്ങനെ വലിയ മാറ്റങ്ങൾ, നമ്മൾ പഴയ കവിതകളൊക്കെ ചിലപ്പോൾ ഉപേക്ഷിച്ചെന്നിരിക്കും. വരരുചിയുടെ കുഞ്ഞുങ്ങളെ പഞ്ചമി ഉപേക്ഷിക്കുന്നത് പോലെ പഴയ കവിതകളെ ചിലപ്പോൾ ഉപേക്ഷിച്ചെന്നിരിക്കും. നമ്മൾ തിരിഞ്ഞു നോക്കുക പോലും ചെയ്യൂല. പക്ഷെ വീണ്ടും കുട്ടികൾ വന്നിട്ട് കവിത എടുത്തിട്ട് വായിച്ചിട്ട് പറയും, അത് ഈ കവിത വേറെ എവിടെയെങ്കിലും കാണുന്നില്ലല്ലോ, അല്ലെ പഴയ കവിതകളൊന്ന് വായിക്കാൻ എന്ത് ചെയ്യും, അങ്ങനെയുള്ള ചോദ്യങ്ങളായിട്ട് വരുന്നവരുണ്ട്. അപ്പം വീണ്ടും നമ്മളത് ഉപേക്ഷിച്ചതാണെങ്കിൽ പോലും അത് മുന്നിൽ വെക്കേണ്ട അവസ്ഥ വരാറുണ്ട്. എന്തായാലും കവിത വായിക്കാം. മാതൃഭൂമിയിൽ വന്ന കവിതകളാണ് പലരും വായിച്ചിട്ടുള്ളത്. ഗ്ലൂമി സൺഡേ ആണെങ്കിലും, ഒരു ഗ്രാമത്തിന്റെ കഥയാണെങ്കിലും, അമ്മു ആണെങ്കിലും, ഷീജ ആണെങ്കിലും, പലരും മാതൃഭൂമിയിൽ വന്ന കവിത എന്തുകൊണ്ട് സെലക്ട് ചെയ്തതെന്ന് എനിക്ക് അറിഞ്ഞൂടെ. ഞാനും ആ കവിത തന്നെ മാതൃഭൂമിയിൽ വന്ന ഉയിർപ്പിലില്ലി എന്ന കവിത ചൊല്ലാനാണ് വിചാരിക്കുന്നത്. ഉയിർപ്പിലില്ലി എന്ന് പറയുമ്പോൾ ആ കവിത വായിക്കുമ്പോൾ കക്കുകളി, ഫ്രാൻസിസ് നൊറോണയുടെ കക്കുകളിയും കൂടെ വായിച്ചാലേ അത് കുറച്ചുകൂടി മനസ്സിലാവുമെന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും കവിത വായിക്കാം. ഉയിർപ്പിലില്ലി. നനഞ്ഞ ഒരു കെട്ടു നാടൻ പീടിക്കും പാർട്ടി ആഫീസിന്റെ ചെമ്പൻ താക്കോലിനുമൊപ്പം ഒരു പിടി പുളിങ്കുരു. നനഞ്ഞ ഒരു കെട്ട് നാടൻ പീടിക്കും പാർട്ടി ആഫീസിന്റെ ചെമ്പൻ താക്കോലിനുമൊപ്പം ഒരു പിടി പുളിങ്കുരു. പിന്നീട് വായിക്കാൻ പറ്റാതായി. ചിറ്റൂർ റോഡിലൂടെ നടക്കുകയായിരുന്നു. അവിടെ വെച്ചാണ് നിത്യയെ കാണാറ്. വരാപ്പുഴക്കാരി. അവളവളുടെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് അപ്പം തിന്നുന്നവൾ. നിത്യയുടെ മറ്റൊരു തീരമാണ് നഗരം. എടോ നീ എന്താ എന്നും എഴുതാത്തത്? ബൈക്കിലിരിക്കെ അവൻ ചോദിക്കുന്നു. എടോ നീ എന്താ ഒന്നും എഴുതാത്തത്? ബൈക്കിലിരിക്കെ അവൻ ചോദിക്കുന്നു. ദേ കണ്ടോ പൊറോട്ട തിന്നുന്ന കാക്ക. എഴുതാൻ എന്തെല്ലാം. എൻ്റെ കണ്ണിലെപ്പോഴും നിത്യയായിരുന്നു. ഒറ്റയ്ക്ക് നീന്തി കര കണ്ടവൾ. കെട്ടിയോൻ എന്ന വാല് കളഞ്ഞവൾ. കവല തിരിയുന്നിടത്തു നിന്നും ഒരു ദിവസം മഞ്ഞളിൻ്റെ മണം. നിശബ്ദത മുറുകിയ ഒരു കൂറ്റൻ കോൺവെന്റ്. അവർ സൗന്ദര്യം കാക്കുന്നവരല്ലല്ലോ. അവിടെ നിന്നാവുമോ ചൂച്ച് സിസ്റ്ററെ ഇറക്കി വിട്ടത്? നഗരപക്ഷികൾക്ക് മാത്രമെന്ന് തോന്നും കൊച്ചിയിലെ മരങ്ങൾ. നഗരപക്ഷികൾക്ക് മാത്രമെന്ന് തോന്നും കൊച്ചിയിലെ മരങ്ങൾ. പഴുത്തു ചുവന്ന പഞ്ചാരപ്പഴങ്ങൾ കണ്ടപ്പോൾ പെറ്റിക്കോട്ടിട്ട നടാലിയ നഗരത്തുണ്ടി കൂടെ പഴവും പറിച്ച് ഓടിയതുപോലെ. ലോട്ടറി ടിക്കറ്റ് കളവ് പോയ ചേട്ടനു രക്ഷയായത് ഗോൾഡ് ലോണുകാരുടെ CCTV. ഇതൊക്കെ പറയാൻ മാത്രം കൂട്ടായവരെയും കിട്ടി കച്ചേരിപ്പടിയിൽ. KSRTC സ്റ്റാൻഡ് വളവിൽ ഒരു സെക്യൂരിറ്റിക്കാരൻ ചേട്ടന് അച്ഛൻ്റെ പോലത്തെ ചിരി നിൽപ്പ്. ചെങ്കൊടി പുതപ്പിച്ച അച്ഛൻ്റെ കീശയിൽ കൈയിട്ട നടാലിയ കക്കുകളി തുടർന്ന് വായിച്ച് കരഞ്ഞുപോയി. ചെങ്കൊടി പുതപ്പിച്ച അപ്പൻ്റെ കീശയിൽ കൈയിട്ട നടാലിയ കക്കുകളി വായിച്ച് കരഞ്ഞുപോയി. ഒരപ്പനും ഒരു കഥയിലും മരിക്കരുത്. പിറ്റേന്ന് പനി തുടങ്ങി. കക്കുകളങ്ങളിൽ പാദസരം കിലുക്കിയ ഒരുവൾ നാടുനീളെ കവിതയിലൂടെ കൂട്ടുകാരെയും നനുനനെ വരച്ചു. കൊച്ചിക്കാരുടെ സൂചിക്കൊഴുവ കഴിച്ചു. മാറി മാറി മണങ്ങളെ എടുത്തു. പനി മാറിയപ്പോഴേക്കും കഷ്ടാനുഭവ ആഴ്ചയായി. മീൻമണങ്ങളൊഴിഞ്ഞു. മണവാട്ടിപ്പായ തീർക്കുന്ന അമ്മയുണ്ടാവുമോ അവൾക്കും? കുരിശുമാലയിട്ട നിത്യയുടെ കയ്യിൽ ഇപ്പോൾ ഒരു കുട കൂടിയുണ്ട്.
അവളും കക്കുകളെ ഓർത്ത് കുട്ടിക്കാലങ്ങളിലേക്ക് സൂക്ഷ്മം നനയുന്ന താളത്തിലാവും. പൊഴിമുറിച്ച് കടക്കുകയാവും. തിരുവാതിരക്കളിയിൽ നിന്നും പുറത്തായ സീനത്തിൻ്റെ സ്ലൈഡ് കുത്തിയ പുള്ളിത്തട്ടം തൊട്ടു നോക്കുകയാവും. നാളെക്കുറിച്ചോർക്കാതെ കളങ്ങൾ വരച്ച് മണ്ണിനോടൊട്ടുന്ന കാലുകളാണ് ഞങ്ങൾക്കെന്നു തോന്നും. വേരുകൾ കുടുങ്ങിപ്പോയ വലിയൊരു പുളിമരത്തിൻ്റെ ശ്വാസക്കാറ്റേറ്റ് ഒച്ചുകളെ ഓർമ്മിപ്പിക്കും നടത്തത്തിൽ അവളിപ്പോൾ ഓറഞ്ച് ഷെയ്ഡുള്ള ഉടുപ്പിൽ ഉയിർപ്പു ലില്ലിപ്പൂക്കളിൽ ഒരുവൾ. വേരുകൾ കുടുങ്ങിപ്പോയ വലിയൊരു പുളിമരത്തിൻ്റെ ശ്വാസക്കാറ്റേറ്റ് ഒച്ചുകളെ ഓർമ്മിപ്പിക്കും നടത്തത്തിൽ അവളിപ്പോൾ ഓറഞ്ച് ഷെയ്ഡുള്ള ഉടുപ്പിൽ ഉയിർപ്പു ലില്ലിപ്പൂക്കളിൽ ഒരുവൾ. കുറച്ച് ഇത് പ്രസിദ്ധീകരിക്കാത്തൊരു കവിതയും കൂടെ വായിക്കാമെന്ന് ഇരിക്കുന്നത്. ഇങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് എഴുതിയിരിക്കുന്നത്. പുറംതിരിഞ്ഞ് കൊരുക്കുന്ന വാക്കുകൾ. പുറംതിരിഞ്ഞ് കൊരുക്കുന്ന വാക്കുകൾ. ഉന്മാദ പരിവേഷമുള്ള വിരലുകൾക്ക് എന്തുമാകാമെന്നോ, പൊരിവെയിലിനെ കൈക്കുമ്പിളിലാക്കി നിലാവെന്നു നിശ്വസിച്ച് പാട്ടിലാക്കുന്നവൾ നിറങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് മധ്യാഹ്ന സൂര്യനെ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. ഉടനെയൊന്നും മടങ്ങില്ലേ കടലിലേക്ക് എന്ന് ശാഠ്യത്തോടെ. ഉന്മാദ പരിവേഷമുള്ള വിരലുകൾക്ക് എന്തുമാകാമെന്നോ, പൊരിവെയിലിനെ കൈക്കുമ്പിളിലാക്കി നിലാവെന്നു നിശ്വസിച്ച് പാട്ടിലാക്കുന്നവൾ നിറങ്ങളെ ഭയപ്പെട്ടുകൊണ്ട് മധ്യാഹ്ന സൂര്യനെ പിടിച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നു. ഉടനെയൊന്നും മടങ്ങില്ലേ കടലിലേക്ക് എന്ന ശാഠ്യത്തോടെ. 2. വിട്ടുപോകാവുന്ന ഈ മധുരവും അല്പാൽപമായി നുണയുന്നു. വിട്ടുപോകാവുന്ന ഈ മധുരവും അല്പാൽപമായി നുകരുന്നു. ഒപ്പമുള്ള ഈ കയ്പും അല്പാൽപമായി തൊട്ടു നുണയുന്നു. കാരണം ഇതൊരു അപൂർവ ഋതു സമ്മാനിച്ച അനുഭൂതികളുടെ പ്രവാഹമാണ്. ദൈവമേ എന്ന് ഉരുവിട്ടു പോകും ഒരു സന്ദേഹിയുടെ ആഗ്രഹങ്ങളാണ്. 3. ഒരേ സമയം ഒരേ നിറങ്ങളിൽ നമ്മുടെ കണ്ണുകൾ കൊരുക്കുന്നു. നമ്മിലുള്ളതുകൂടി പകർത്തി മേഘങ്ങൾ സഞ്ചാരം തുടരുന്നു. ആഴങ്ങളും പരപ്പങ്ങളും നന്നായി അറിയുന്ന, ഭൂമിയിൽ പതിച്ചു പോകുന്ന, മാനത്തുറച്ചു പോകുന്ന മിനുങ്ങുവെട്ടങ്ങൾ കാർമുകിലഴകിൽ സ്വന്തം സ്വന്തം എന്ന താളത്തിൽ നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഒരു പാത പണിയുന്നു. മറ്റൊരു ലോകത്തിൽ അവ തുറന്ന ഭാഷയുടെയും നിഗൂഢ ഭാഷയുടെയും ഉടുപ്പുകൾ അണിയുന്നുണ്ടാവുമെന്ന ഉറപ്പിൽ. 4. ഇത്രയേറെ സ്നേഹവുമായി നീ എങ്ങോട്ട് പോകുന്നു മരിയ? ഇത്രയേറെ സ്നേഹവുമായി നീ എങ്ങോട്ട് പോകുന്നു മരിയ? ഞാൻ എങ്ങും പോകുന്നില്ല. മെട്രോ ട്രെയിൻ ഇറങ്ങുമ്പോൾ MG റോഡിൽ ആദ്യം കാണുന്ന റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ചായ കുടിക്കട്ടെ. കടയുടെ ആളൊഴിഞ്ഞ പടവുകളിലിരുന്ന് സ്കൂൾ യൂണിഫോമിൽ ഹാപ്പി ബർത്ത്ഡേ ടു യു പാടുന്ന കുട്ടികളുടെ പ്രസരിക്കുന്ന സന്തോഷത്തെ തൊട്ടു വരട്ടെ. തൂക്കാൻ വരുന്ന ഷൈനി ചേച്ചിയുടെ തമാശകൾ കേട്ട് പൊട്ടിച്ചിരിക്കട്ടെ. കയ്യിലെ കുപ്പിവളകൾ ഊരിയെറിഞ്ഞ ചിരികളെ ഒന്നാക്കട്ടെ. കയ്യിലെ കുപ്പിവളകൾ ഊരിയെറിഞ്ഞ ചിരികളെ ഒന്നാക്കട്ടെ. താങ്ക് യു. അപാരേ കാവ്യ സംസാരേ കവിരേവ പ്രജാപതി എന്ന ആപ്തവാക്യം മുറുകെ പിടിച്ചുകൊണ്ട് മലയാള കവിത ഇനിയും ഇനിയും ഒഴുകിക്കൊണ്ടേയിരിക്കും. ഈ കവിതാ വായനയ്ക്ക് അധ്യക്ഷത വഹിച്ച ബഹുമാനപ്പെട്ട ശ്രീ കെ ജയകുമാർ സാറിനും സ്വന്തം കവിതകൾ അവതരിപ്പിച്ച പ്രിയ കവികളായ KV രാമകൃഷ്ണൻ മാഷ്, ഡോക്ടർ C രാവുണ്ണി, NG ഉണ്ണികൃഷ്ണൻ, സുകുമാരൻ ചാലികത, K രാജഗോപാൽ, PA നാസിമുദ്ദീൻ, MP അനസ്, ശാന്തൻ, ആര്യ ഗോപി, ഷീജ വക്കം, റോസി തമ്പി, ശ്രീജിത്ത് അരിയല്ലൂർ, അമ്മു ദീപ, ആര്യാംബിക, TK സന്തോഷ് കുമാർ, വിജില എന്നിവർക്ക് കൃതജ്ഞത രേഖപ്പെടുത്തുന്നു. ഒപ്പം ശ്രോതാക്കളായ പ്രിയ സദസ്സിനും ഏറെ നന്ദി. ഈ സെഷൻ ഇവിടെ അവസാനിച്ചിരിക്കുന്നു.